പ്രധാനമായിട്ടും സൂയിസൈഡ് ചെയ്യാനായിട്ടുള്ള ടെൻഡൻസി അല്ലെ ആക്ഷനിലേക്ക് കൊണ്ടുപോകുന്നത് ഒന്ന് മെൻ്റൽ ഇൽനെസ്, ഡിപ്രഷൻ, ആങ്സൈറ്റി. മരിക്കുന്നവർ, സൂയിസൈഡ് ചെയ്യുന്നവർ അറിവില്ലായ്മ കൊണ്ടാണ്. ശരിക്കും 2 കൈയും 2 കാലും ഇല്ലാത്തവരും ഈ ഭൂമിയിൽ ജീവിക്കുന്നുണ്ട്. 2 കണ്ണും ജന്മനാ ഇല്ലാത്തവർ, 2 കണ്ണുള്ളവർ ചെയ്യുന്നതിനെക്കാട്ടും വലിയ വലിയ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഏറ്റവും കുഞ്ഞുനാൾ മുതൽ ക്യാൻസർ സർവൈവേഴ്സ്, വർഷങ്ങളോളം ജീവിച്ചിരുന്ന് വലിയ വലിയ ഇൻഫ്ലുവൻസേഴ്സ് ആയിരുന്നു. നമുക്കിപ്പം വന്ന ഈ ഒരു പ്രതികൂലമായിട്ടുള്ള സാഹചര്യത്തെ നമ്മുടെ മനസ്സുകൊണ്ട് ചിന്തിച്ചാൽ ഓവർകം ചെയ്യാൻ പറ്റും. നമസ്കാരം, വെൽക്കം ടു ദി ഹെൽത്ത് ടോക്സ്. ഹെൽത്ത് ടോക്സ് എന്ന് പറയുന്നത് ഗ്രോത്ത് ടോക്സിന്റെ ഒരു സബ്സിഡിയറി ആണ്. ഇന്ന് നമ്മൾ അഡ്രസ്സ് ചെയ്യാൻ പോകുന്ന ഒരു വിഷയം എന്ന് പറയുന്നത് ഇന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. നമുക്കെല്ലാം അറിയാം, നമ്മുടെ നാട്ടിൽ എന്ന് പറയുമ്പോൾ കേരളത്തിൽ മാത്രമല്ല, പൊതുവെ ഇന്ത്യയിൽ തന്നെ സൂയിസൈഡ് വളരെയധികം കൂടി വരുന്നുണ്ട്. യഥാർത്ഥത്തിൽ സൂയിസൈഡ് ഒന്നിൻ്റെയും ഒരു പരിഹാരമല്ല എന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ എന്നിരുന്നാലും ഏതോ ഒരു നിമിഷത്തിൽ നമ്മളറിയാതെ ദ വേഴ്സ്റ്റ് ഡിസിഷൻ ഇൻ അവർ ലൈഫ് എടുത്തു പോവാണ്. എങ്ങനെ നമുക്ക് ഈ സൂയിസൈഡിനെ അവോയ്ഡ് ചെയ്യാനായിട്ട് സാധിക്കും? ഇതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. ഇന്ന് എൻ്റെ കൂടെയുള്ളത് ഈ ഒരു സബ്ജക്റ്റിനെ കുറിച്ച് വളരെ ആധികാരികമായി സംസാരിക്കാൻ സാധിക്കുന്ന ഒരു എക്സ്പേർട്ടാണ്. അദ്ദേഹത്തിന്റെ പേര് ജോബ് ജേക്കബ് എന്നാണ്. മിറാക്കിൾ മൈൻഡ്സ് എന്ന് പറയുന്ന കൗൺസിലിംഗ് ആൻഡ് സൈക്കോതെറാപ്പി സെന്ററിന്റെ ഫൗണ്ടറാണ്. അപ്പോൾ നമുക്ക് ജോബിനോട് ചോദിക്കാം, എന്താണ് ഈ സൂയിസൈഡിന്റെ ബാക്കിലുള്ള സയൻസ്, ഇമോഷൻസ്, റീസൺസ് ആൻഡ് ഹൗ വൺ ക്യാൻ സേവ് ഹിംസെൽഫ് ഫ്രം ദാറ്റ്. Welcome Job to the Growth Talks. So how are you? Fine, നമസ്കാരം. ജോബ്, ഫസ്റ്റ് എൻ്റെ പ്രേക്ഷകർക്ക് ജോബിനെ കുറിച്ച് അറിയാൻ ആഗ്രഹമുണ്ട്. ബിക്കോസ് നമ്മൾ സംസാരിക്കുന്ന ഒരു സബ്ജക്റ്റ് വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റാണ്. അപ്പോൾ ഈ സബ്ജക്റ്റ് ആരിൽ നിന്നാണോ കേൾക്കുന്നത് അദ്ദേഹത്തിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്വാഭാവികമായും അറിയേണ്ടത് ആവശ്യമല്ലേ? അപ്പോൾ ക്യാൻ യു ജസ്റ്റ് ഇൻട്രൊഡ്യൂസ് യുവർസെൽഫ്? മൈ നെയിം ഈസ് ജോബ് ജേക്കബ്. മിറാക്കിൾ മൈൻഡ്സ് എന്ന് പറയുന്ന കൗൺസിലിംഗ് ആൻഡ് സൈക്കോതെറാപ്പി സെന്ററിന്റെ ഫൗണ്ടറാണ്. കൊച്ചിയിൽ ആയിട്ട് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് അത് പ്രവർത്തിച്ചു വരുന്നു. നമ്മൾ കൂടുതലും ഫോക്കസ് ചെയ്യുന്നത് മെൻ്റൽ ഹെൽത്താണ്. മെൻ്റൽ ഹെൽത്തിൽ നമ്മൾ കൊടുക്കുന്ന സർവീസ് എന്ന് പറയുന്നത് കൗൺസിലിങ്ങും സൈക്കോതെറാപ്പിയാണ്. സൈക്കാട്രിക് കേസസ് ഉണ്ട്, നമുക്ക് അത് റെഫർ ചെയ്ത് മറ്റ് സൈക്കാട്രിസ്റ്റിലേക്ക് വിടുകയാണ് ചെയ്യുന്നത്. കൊച്ചിയിൽ കാക്കനാടാണ് മിറാക്കിൾ മൈൻഡ്സ് എന്ന് പറയുന്ന ഈ സ്ഥാപനം പ്രവർത്തിക്കുന്നത്. എങ്ങനെയാണ് ജോബ് ഈ ഒരു കൗൺസിലിംഗ് അല്ലെങ്കിൽ സൈക്കോതെറാപ്പി എന്ന് പറയുന്ന മേഖലയിലേക്ക് വരുന്നത്? ഞാൻ ജനിച്ചു വളർന്നതൊക്കെ കേരളത്തിലാണ്. എൻ്റെ പ്രീ ഡിഗ്രി വരെയുള്ള പഠിത്തം കേരളത്തിൽ കഴിഞ്ഞതിന് ശേഷം ഡിഗ്രി ബാംഗ്ലൂർ ചെയ്തു. എൻ്റെ ഉപരിപഠനം മാസ്റ്റേഴ്സ് ഇംഗ്ലണ്ടിൽ ചെയ്തു. ആ സമയം മുതൽ ഈ മെൻ്റൽ ഹെൽത്തിനെ പറ്റിയുള്ള തോട്ട് എൻ്റെ മനസ്സിലുണ്ട്. അതിനുശേഷം എൻ്റെ വിവാഹം കഴിഞ്ഞു, ഞങ്ങൾ കുവൈറ്റിൽ വന്നു. കുവൈറ്റിൽ നിന്ന് കഴിഞ്ഞ ഒരു 7 വർഷം മുമ്പ് അകത്തൊരു ഇൻസൈറ്റ് ഉണ്ടായി. കൊച്ചിയിലെ ഇൻഫോ പാർക്കിലുള്ള യങ്സ്റ്റേഴ്സിൻ്റെ ഇടയ്ക്ക് ഒരു റിഫോർമേഷൻ കൊണ്ടുവരണം എന്നുള്ള ആശയത്തോടെ ഞങ്ങൾ കൊച്ചിയിലെത്തി, ഞാനും വൈഫും ഞങ്ങളുടെ മകനും കൂടെ. ആ സമയത്തെല്ലാം ഉള്ളൊരു തോട്ടാണ് മെൻ്റൽ ഹെൽത്ത്. കാരണം ഇന്ന് ലോകത്തിൽ ഏറ്റവും ബൂമിങ് ആയിട്ടുള്ള ഒരു നീഡ് മനുഷ്യൻ്റെ മെൻ്റൽ ഹെൽത്താണ്. അപ്പം തന്നെ ഇന്ത്യ പോലെയുള്ള രാജ്യത്ത് ഇതിനെപ്പറ്റിയുള്ള അവയർനെസ് വളരെ കുറവാണ്. ഞാൻ UK പഠിച്ചുകൊണ്ടിരിക്കുമ്പം ഞങ്ങളുടെ യൂണിവേഴ്സിറ്റിയിലും ഞാൻ ജോലി ചെയ്ത സ്ഥാപനത്തിലും ഒക്കെ സൈക്കോളജിസ്റ്റ് ഉണ്ട്. അവിടെ നമുക്കൊരു മാനസികമായിട്ടൊരു പ്രശ്നം ഉണ്ടായാൽ പെട്ടെന്ന് തന്നെ ഒരു ഹെൽപ്പ് എടുക്കത്തക്ക രീതിയിലുള്ള ഫെസിലിറ്റീസ് അവിടെയുണ്ട്. പക്ഷേ ഇന്ത്യയിൽ അത് വളരെ കുറവാണ്. നമുക്ക് ആൾക്കാർക്ക് അതിനെപ്പറ്റിയുള്ള അറിവും വളരെ കുറവാണ്. അങ്ങനെ ഇരിക്കെ ഇതിലേക്ക് കൂടുതലായിട്ടുള്ള റിസർച്ച് ഫോമിലേക്കൊക്കെ പോകാനായിട്ട് കാരണം കോവിഡിന് തൊട്ട് മുമ്പുള്ള സമയമാണ്. ഞങ്ങൾക്ക് 2ാമത്തെ കുഞ്ഞുണ്ടായി. ആ കുഞ്ഞുണ്ടായ സമയത്ത് എൻ്റെ വൈഫ് ആശമ, ഞങ്ങളൊരു ലോ സ്റ്റേജിൽ കൂടെ പോകേണ്ടി വന്നു. ഞാൻ പേഴ്സണലി ലോ സ്റ്റേജിൽ കൂടെ പോയി. ആ സമയത്ത് ഞങ്ങളുടെ റിസർച്ചൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ഞങ്ങളൊരു പ്രൊഫഷണൽ ഹെൽപ്പ് എടുക്കേണ്ടി വന്നു. അതാണ് ശരിക്കും ഇതിലേക്കൊരു 100% ഫോക്കസ് ചെയ്ത് റിസർച്ച് ചെയ്ത് ഇങ്ങനൊരു സെൻറ്റർ കൊച്ചിയിൽ സ്റ്റാർട്ട് ചെയ്യത്തക്ക രീതിയിൽ ഞങ്ങളെ പ്രേരിപ്പിച്ചത്. ബട്ട് എന്താണ് ആ ലോ സ്റ്റേജ്? ലോ സ്റ്റേജ് ഞാനിങ്ങനെ പറയും, ലോകത്തിലേക്കും ഏറ്റവും നെഗറ്റീവ് ആൻഡ് പതറ്റിക് സിറ്റുവേഷൻ എന്ന് പറയുന്നത് ടു ബി അലോൺ, ലോൺലിനെസ് ആണ്. നമ്മൾ ഈ ജയിലിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ അറിയാം, പെറ്റി കേസൊക്കെ ചെയ്ത ആൾക്കാരെ ഒരു റൂമിനകത്ത് 10, 15, 20 ആൾക്കാരെ ഒരുമിച്ചിടും. കൊലപാതക ശ്രമം നടത്തിയവരെ 5, 6 പേരെയൊക്കെ ഒരു സെല്ലിനകത്താണ് ഇടുന്നത്. ഒരു കൊലപാതകമൊക്കെ ചെയ്തവരാണ് 2, 3 പേരെ ഇടും.
5-6 പേരെ ഒറ്റയടിക്ക് കൊലപാതകം ചെയ്ത ആളിനെ ഒറ്റയ്ക്ക് എഴുതേ ഒരു സെല്ലിനകത്ത്. അവന് കൊടുക്കുന്ന വലിയൊരു ശിക്ഷ എന്ന് പറഞ്ഞാൽ അവനെ ഈ ഭൂമിയിൽ ഇത്രയും കോടിക്കണക്കിന് ആൾക്കാരും ജീവജാലങ്ങളും ഇത്രയും ഫെസിലിറ്റീസും ഉള്ള ഈ ഭൂമിയിൽ അവനെ ഒറ്റയ്ക്കാക്കുക എന്നുള്ളതാണ്. ഇന്ന് പലരും വിത്ത് ഫാമിലി, വിത്ത് കൊളീഗ്സ്, വിത്ത് ദ സറൗണ്ടിങ്സ്, ബട്ട് ദി ആർ ലോൺലി. അതൊരു പതറ്റിക് സിറ്റുവേഷനാണ്. അങ്ങനെ സിറ്റുവേഷനിൽ കൂടെ എനിക്ക് പോകേണ്ടതായിട്ട് വന്നു. എനിക്ക് ആൾക്കാർ കൂടെ ഉള്ളപ്പോൾ തന്നെ എല്ലാവരും നഷ്ടപ്പെട്ടു പോയി, ഞാൻ ഒറ്റയ്ക്കാണ്, എനിക്കിനി എങ്ങനെ മുമ്പോട്ട് പോകാൻ പറ്റും എന്നുള്ളൊരു തോട്ട്. ഞാൻ വിചാരിക്കുന്നു ആ തോട്ട്, ആ പെയിനിൽ നിന്ന്, ആ ഒറ്റയ്ക്കായ ഒരു അനുഭവത്തിൽ നിന്ന് ഉദിച്ചു വന്ന ഒരു സൂര്യനെ പോലെ വന്നതാണ് ഈ മിറക്കിൾ മൈൻഡ്സ്. ഇന്ന് ഞങ്ങൾക്ക് 100 കണക്കിന് ആൾക്കാർക്ക് ഹോപ്പ് കൊടുക്കാൻ, ഹീലിംഗ് കൊടുക്കാൻ മെന്റലി ഞങ്ങൾക്ക് ഇന്ന് ഇടയാകുന്നുണ്ട്. ജോബിന് എപ്പോഴെങ്കിലും സൂയിസൈഡ് ചെയ്യാൻ തോന്നിയിട്ടുണ്ടോ? അത് ശരിക്കും ഒരു സ്റ്റോറിയാണ്. എൻ്റെ ഈ ലോ സ്റ്റേജിൽ പോയെന്ന് പറഞ്ഞപ്പോഴും അന്നേരം എനിക്ക് സൂയിസൈഡ് ടെൻഡൻസി ഇല്ലായിരുന്നു. പക്ഷെ ഞാൻ ഒറ്റയ്ക്കാണ്. പക്ഷേ എനിക്ക് ലൈഫിൽ സൂയിസൈഡ് ചെയ്യാൻ തോന്നിയ ഒരു സമയമുണ്ട്. ഞാൻ ബാംഗ്ലൂരിൽ ഡിഗ്രിക്ക് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഫസ്റ്റ് ഇയറിൻ്റെ ഏകദേശം അവസാനമായി, കോളേജിലൊക്കെ ഒന്ന് ഫേമസ് ആയി, നമുക്ക് ഒത്തിരി ഫ്രണ്ട്സും ഒക്കെ ആയി, ഒരു ലീഡർഷിപ്പ് ലെവലിലേക്കൊക്കെ വന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ സമയത്ത് എനിക്ക് ചിക്കൻ ബോക്സ് വന്നു. ചിക്കൻ ബോക്സ് എന്ന് പറഞ്ഞ ഒരു അസാധാരണ ചിക്കൻ ബോക്സ്. ദേഹത്തും കണ്ണിനകത്തും കൈവെള്ളയിലും ചെവിക്കകത്തും നാക്കയിലും ഒക്കെ ചിക്കൻ ബോക്സ് ആയി. ഒരു ദിവസം എനിക്ക് എൻ്റെ ഷോർട്സ് പോലും ഒന്നും ഇടാനായിട്ട് പറ്റുന്നില്ല. ഞാനൊരു കൈലിമുണ്ടെടുത്ത് ഇങ്ങനെ ഒന്ന് പുതച്ചിട്ട് രാത്രി കിടന്നുറങ്ങി രാവിലെ എഴുന്നേറ്റ് കണ്ണാടിക്കകത്ത് നോക്കിയിട്ട് എനിക്ക് എന്നെ തന്നെ വിശ്വസിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ എൻ്റെ തോട്ട് എന്നാന്ന് ചോദിച്ചാൽ, ഈ ചിക്കൻ ബോക്സ് കരിഞ്ഞാലും ഈ പാടുകളെല്ലാം എൻ്റെ മുഖത്ത് കാണും. ഇനി എനിക്ക് കോളേജിൽ പോയാൽ എനിക്ക് പഴയ അക്സെപ്റ്റൻസ് കിട്ടത്തില്ല, പഴയതുപോലെ എന്നെ ആൾക്കാർ അംഗീകരിക്കത്തില്ല. എൻ്റെ ആ പബ്ലിക് ഫിഗർ എന്നുള്ള ആ ഒരു ലീഡർ എന്നുള്ള ആ ഇതെല്ലാം അങ്ങ് തകരുകയാണ്. ഒരു കാര്യം ചെയ്യാം, ഏറ്റവും ബെസ്റ്റ് വഴി, ഇനി കോളേജോട്ടും വേണ്ട, ഒന്നും വേണ്ട, ലൈഫ് എൻഡ് ചെയ്തേക്കാം. അപ്പം എനിക്ക് വീടിന് വെളിയിറങ്ങാനും മേല. അപ്പം ഞാൻ അവിടെ നോക്കിയപ്പം എൻ്റെ അന്നത്തെ ആ ഒരു ടീനേജ് ജസ്റ്റ് കഴിഞ്ഞ ഒരു പ്രായമല്ലേ, അന്നത്തെ ഒരു പൊട്ട ബുദ്ധിയിലൊരു പാരസെറ്റാമോളിൻ്റെ 10 എണ്ണമുള്ള ഒരു സ്ട്രിപ്പ് ഇരിപ്പുണ്ട്. അപ്പം ഞാൻ രാവിലെ തന്നെ അത് 10 എണ്ണം എടുത്ത് വെളിയിൽ വെച്ചു. അപ്പം എനിക്കൊരു തോന്നൽ തോന്നി, രാവിലെ ഇത് കഴിച്ചാൽ കുറേ നേരം ആയിരിക്കും മരിക്കാൻ. അപ്പോൾ ആരെങ്കിലും പകല് ഞാൻ താമസിക്കുന്ന വീടിൻ്റെ അവിടെ വന്നിട്ട് എന്തെങ്കിലും തുറന്ന് കാണുകയൊക്കെ ചെയ്ത് എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും, ഞാൻ രക്ഷപ്പെടും. ഒരു കാര്യം ചെയ്യാം, നമുക്ക് രാത്രി അയക്കാം. അപ്പോൾ ആരും വരത്തില്ല, രാത്രി ഉറങ്ങുന്നു, പിറ്റേ ദിവസം രാവിലെ ഞാനില്ല, മരിച്ചു കിടക്കുന്നു. ഇതായിരുന്നു എൻ്റെ തോട്ട്. പക്ഷേ ഭാഗ്യവശാൽ അന്ന് പകല് ഞാൻ രാവിലെ പ്രതീക്ഷിച്ചതുപോലെ തന്നെ ഒരാൾ അവിടെ വന്നു. അദ്ദേഹത്തിൻ്റെ പേര് എനിക്ക് ഇന്നും ഓർമ്മയുണ്ട്, ഏബ്രഹാം വർഗീസ്. ബാംഗ്ലൂരിലുള്ള അദ്ദേഹം ഒരു പള്ളിയുടെ ഒരു ഹെഡാണ്. അദ്ദേഹം വന്നിട്ട് എന്നെ കാണാൻ വന്നപ്പോൾ ഞാൻ പറഞ്ഞു, അകത്തേക്ക് വരണ്ട, എനിക്ക് ചിക്കൻ ബോക്സ് ആണ്, അത് പകരാൻ സാധ്യതയുണ്ട്. അദ്ദേഹം എന്നോട് പറഞ്ഞു, അത് കുഴപ്പമില്ല ജോബ്, ഓപ്പൺ ദ ഡോർ, ഐ ലൈക്ക് ടു കം ഇൻസൈഡ്. അങ്ങനെ അദ്ദേഹം വന്നു, എന്നെ കണ്ടു. ഇപ്പോൾ എനിക്കൊരു അത്ഭുതമായിപ്പോയി. കാരണം എൻ്റെ ഫ്രണ്ട്സ് എല്ലാം വന്ന് ജനലിൻ്റെ അവിടെ വന്നിട്ട് ചിക്കൻ ബോക്സ് ആണെന്നപ്പോൾ അവരെല്ലാം അങ്ങ് പോവാണ്. ഇദ്ദേഹം അകത്ത് വന്ന് എൻ്റെ കൂടെ ആ കട്ടിലയിലിരുന്നു. അദ്ദേഹം പറഞ്ഞു, ജോബ്, എനിക്ക് ചിക്കൻ ബോക്സ് വന്നിട്ടുണ്ട്, നിനക്കിപ്പോഴാണോ വരുന്നത്? നേരത്തെ വരുമായിരുന്നെങ്കിൽ എന്ത് നല്ലതായിരുന്നു. ഒരു ചിക്കൻ ബോക്സ് വന്നാൽ ഒരു 10 വർഷം വരെയൊക്കെ എൻ്റെ ഇമ്മ്യൂൺ പവർ നിൽക്കും, അപ്പം നമുക്ക് വീണ്ടും വരാനുള്ള സാധ്യത കുറവാണ്. ഇപ്പോഴാണല്ലോ നിനക്ക് വരുന്നത്, എടാ ഇതൊന്നും കുഴപ്പമൊന്നുമില്ല, യു വിൽ കം ഔട്ട് എന്ന് പറഞ്ഞ് അദ്ദേഹം എന്നെ സ്ട്രെങ്തൻ ചെയ്തു, എന്നെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്തു. പക്ഷെ അതൊരു ഭയങ്കര 1.5 മോട്ടിവേഷൻ എന്ന് പറയുന്ന പോലെ ആയിരുന്നു. ഞാൻ ആ ഒരു ആക്ഷനിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് ഒരാളുടെ ഇന്റർഫിയറൻസ് ആയിരുന്നു. അദ്ദേഹത്തിന്റെ ഇന്റർഫിയറൻസ്, ഹി ഈസ് സ്റ്റിൽ മൈ ഫ്രണ്ട്. പക്ഷെ അന്ന് അദ്ദേഹം എൻ്റെ ഒരു കാണപ്പെട്ട ദൈവം പോലെ. അത്രയും പ്രാധാന്യത എനിക്ക് അന്ന് തോന്നിയില്ല. പക്ഷെ ഇന്ന് ഞാൻ ഓർക്കുമ്പം, ദൈവമേ, അന്ന് അദ്ദേഹം വന്നില്ലായിരുന്നെങ്കിൽ ഇന്ന് എനിക്കിതൊന്നും സാധ്യമാകത്തില്ലായിരുന്നല്ലോ. തീർച്ചയായിട്ടും ഞാൻ അത് കഴിച്ചിട്ട് മരിച്ചില്ല എന്നുണ്ടെങ്കിൽ ഞാൻ വേറെ എന്തെങ്കിലും മെഷേഴ്സ് നോക്കിയേനെ അന്ന്. അങ്ങനെ ഒരു പ്രാവശ്യം ഒരു അനുഭവം എനിക്ക് പറയാനായിട്ടു അങ്ങനെ അതാണ് എൻ്റെ ഒരു ഏക അനുഭവം ലൈഫിലുള്ള. പിന്നെ എനിക്ക് മനസ്സിലായി, ജീവിതം മരിച്ചത് ഒരു ചാൻസ് ആണ് ലൈഫ് എന്ന് പറയുന്നത്. ഈ ഭൂമിയിൽ മനുഷ്യന് കിട്ടുന്ന ഒരു ഏറ്റവും പ്രഷ്യസ് ആയിട്ടുള്ള ഒരു ചാൻസ് ആണ് ഈ ഹ്യൂമൻ ലൈഫ്. നമുക്ക് കൂടി വന്നാൽ ചിലപ്പോൾ 80 വർഷമായിരിക്കും, ചിലർ 90 വർഷം, അല്ല 100 ഹിറ്റ് ചെയ്താൽ വെൽ ഡൺ. അപ്പൊ ഇതിനകത്ത് നമ്മൾ ഈ ഭൂമിയിലേക്ക് ഉണ്ടാക്കപ്പെട്ടിരിക്കുന്നത് എന്തോ ഒരു പ്രത്യേക ഒരു ദൗത്യമുണ്ട്. അത് നമ്മൾ ഫുൾഫിൽ ചെയ്യാന്നുള്ള, അത് ഫുൾഫിൽ ചെയ്യാതെ പോയിട്ട് എന്ത് കാര്യം? സോ അത് കണ്ടുപിടിക്കുക, അത് ചെയ്യുക. അതിനകത്തൂടെ നമുക്കൊരു ആത്മസംതൃപ്തി, മറ്റുള്ളവർക്കൊരു ഉപകാരം, നമുക്ക് നമ്മളെ തന്നെ ഒന്ന് റെസ്പെക്ട് ചെയ്യാനും ഓണർ ചെയ്യാനായിട്ടുള്ള സമയം. സോ എന്താണ് ശരി, മരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല, ഇനി ജീവിക്കുക. അതായത് ഒരുപാട് പേരുടെ ജീവിതത്തിൽ വെളിച്ചം കൊണ്ടുവരാൻ നിയുക്തപ്പെട്ട
ജോബ് മരിക്കാൻ തീരുമാനിച്ചപ്പോൾ ദേവദൂതൻ വന്ന് തിരിച്ച് വഴി കാണിച്ചു എന്ന് വേണമെങ്കിൽ പറയാം അല്ലേ? അതാണ്. പക്ഷെ അവിടെ ഒരു ടേണിംഗ് പോയിന്റ് സംഭവിച്ചു അല്ലേ? തീർച്ചയായിട്ടും അവിടെ ഒരു വലിയ ടേണിംഗ് പോയിന്റ് ആണ്. സെൽഫായിട്ട് നമ്മൾ ഒബ്സർവ് ചെയ്തു ഹൗ ദിസ് പ്രോസസ് ആക്ച്വലി വർക്ക്സ്. എങ്ങനെയാണ് ഒരാൾ സൂയിസൈഡ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് നമ്മൾ സ്വയം അനുഭവിച്ചു. അപ്പൊ നമുക്ക് ഒരാൾ നമ്മളുടെ അടുത്ത് പറയുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എന്താണ് അവന്റെ അവസ്ഥ എന്നുള്ളത്. ഈ ഒരു എക്സ്പീരിയൻസ് ഇന്നൊരു മുതൽക്കൂട്ടാണ്. ഓക്കെ, അതിനകത്തുനിന്ന് ഞാൻ പഠിച്ച 2-3 പാഠങ്ങളുണ്ട്. ഒരു പാഠം, ഈ സൂയിസൈഡ് ചെയ്യാൻ പോകുന്ന ആൾക്കാർക്ക് ചുറ്റുപാട് നമ്മുടെ ചുറ്റും എല്ലാ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. പക്ഷെ ആ സമയത്ത് അദ്ദേഹത്തിന് ഒറ്റ സാധ്യതയെ കാണുന്നുള്ളൂ, മരിക്കുക എന്നുള്ളത്. അദ്ദേഹം ഒരു പക്ഷേ ഒരു 45 ഡിഗ്രി ആംഗിളിൽ നിന്നാണ് നോക്കുന്നതെന്നിരിക്കട്ടെ, അതേ മാത്രം നോക്കി എൻഡ് മാത്രം കാണുന്നു. വേറൊരാളൊരു 65 ഡിഗ്രി ആംഗിളിലായിരിക്കും ഇതിനെ കാണുന്നത്. അപ്പം വേറൊരാളുടെ ഒരു ഹെൽപ്പ് ഉണ്ടെങ്കിൽ, ഐ വുഡ് സേ ഇഫ് ഹി ഗോട്ട് എ പ്രൊഫഷണൽ ഹെൽപ്പ്, ഒരു പ്രൊഫഷണൽ ഹെൽപ്പ്, ഇതിനകത്ത് എക്സ്പെർട്ട് ആയിട്ടുള്ള ഒരാളുടെ സാധ്യത ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഇങ്ങോട്ട് മാറ്റി നിർത്തി ഒരു 65 ഡിഗ്രി ആംഗിളും കൂടെ ഒന്ന് കാണിക്കുമ്പോൾ മനസ്സിലാവും, പക്ഷേ ഞാൻ ഇത്രയും നാളും കണ്ടത് അതേ കാര്യം തന്നെ ഇപ്പുറത്തെ സൈഡിൽ സാധ്യതകളാണല്ലോ, ഹോപ്പാണല്ലോ എന്ന് ചിന്തിക്കും. ഒന്നത്. 2, മരിക്കുന്നവര് സൂയിസൈഡ് ചെയ്യുന്നവർ അറിവില്ലായ്മ കൊണ്ടാണ്. ശരിക്കും എൻ്റെ അന്നത്തെ ആ ഒരു തോട്ട് എൻ്റെ അറിവില്ലായ്മയാണ് ശരിക്കും. ഇന്നത്തെ എനിക്ക് മുഖത്ത് അങ്ങനത്തെ പാടുകളൊന്നും ഇല്ല. അതൊക്കെ മാറ്റാനുള്ള വലിയ സിസ്റ്റം ലോകത്തിലുണ്ട്. ഇവിടെ അതിനുള്ള സയന്റിഫിക് സംഭവങ്ങൾ ഇവിടെയുണ്ട്. അപ്പൊ എൻ്റെ തോട്ട് എന്നാ, ഇനി ഇത് പോകത്തില്ല, ഇതാണ് എൻ്റെ എന്നുള്ള, അതെൻ്റെ അറിവില്ലായ്മയായിരുന്നു. ഇങ്ങനെയുള്ള വലിയ മഹത്തായിട്ടുള്ള പാഠങ്ങളാണ് അതിനകത്തുനിന്ന് പഠിച്ചത്. ഞാൻ ചോദിക്കട്ടെ, ജോബിന്റെ പരിചയത്തിൽ ഇതുപോലെ ആരെങ്കിലും ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കുന്ന സമയത്ത് ജോബ് അവരെ കാണുന്നു, സംസാരിക്കുന്നു, പക്ഷേ അറിയാതെ പോകുന്നു, അവർ ആത്മഹത്യ ചെയ്യുന്നു, ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട് എപ്പോഴെങ്കിലും? എനിക്ക് നേരിട്ട് പരിചയമുള്ള പലരും ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. ഞാൻ അവരുമായിട്ട് സമ്പർക്കം പുലർത്തിയിട്ടുമുണ്ട്. പക്ഷെ അവർ ആത്മഹത്യയിലേക്ക് പോകാന്നുള്ള ഒരു പരിചയം വന്നിട്ടില്ല. പക്ഷെ എനിക്ക് പലരെ ആത്മഹത്യയിൽ നിന്ന് രക്ഷിച്ച ഡയറക്റ്റ് ഇൻസിഡൻസ് എനിക്കുണ്ടായിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഈ ആത്മഹത്യയിലേക്ക് പോയവരെ അങ്ങോട്ട് പോകുന്നു എന്ന് അറിയാതെ പോയത്? അതൊരു അന്നത്തെ എൻ്റെ അറിവില്ലായ്മയായിരിക്കും. ഇന്ന് ഈ മെന്റൽ ഹെൽത്തിനെ പറ്റി കൂടുതൽ മനസ്സിലാക്കാനും പഠിക്കാനും പറ്റിയതുകൊണ്ട് നമുക്കൊരാളുമായിട്ടൊന്ന് ഒരു ശകല സമയം ഒന്ന് സംസാരിക്കുമ്പോൾ, അല്ലെ അദ്ദേഹത്തെ ഒന്ന് സൂക്ഷിച്ച് നോക്കുമ്പോൾ മനസ്സിലാവും അദ്ദേഹത്തിന് സൂയിസൈഡൽ ടെൻഡൻസി ഉള്ള ആളാണോ അല്ലയോ എന്ന് ഏകദേശം ഒരു ധാരണ നമുക്ക് കിട്ടും. ഇത് ആ വ്യക്തി പറഞ്ഞു തന്നെ അറിയണോ, അതോ അദ്ദേഹം പറയാതെ തന്നെ നിങ്ങൾക്ക് റീഡ് ചെയ്യാൻ പറ്റുമോ? ആത്മഹത്യ 2 രീതിയിലാണ്. കൊലപാതകം പോലെ തന്നെയാണ്. ഒരു നിമിഷത്തിലുണ്ടാകുന്ന തോട്ട് കൊണ്ട് ചിലർ കൊല്ലും, എന്നിട്ട് അവർ വീണ്ടും റിഗ്രറ്റ് ചെയ്യും. പക്ഷെ ചിലപ്പോൾ നമ്മൾ വാർത്തയിലൊക്കെ കാണാൻ പറ്റില്ല ആസൂത്രിത കൊലപാതകം, അത് കുറെ നാളത്തെ ചിന്തകളും ഡിസ്കഷനും ഒക്കെ വെച്ചിട്ടാ എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് ആത്മഹത്യ എന്ന് പറഞ്ഞാൽ സ്വയം കൊലപാതകമാണല്ലോ. പെട്ടെന്നൊരു തോട്ടിൽ നിന്ന് ആ ആളിനെ ഇല്ലാതാക്കുന്നു, അങ്ങനത്തെ ആത്മഹത്യ. രണ്ടാമത്തേത് കുറെ നാളായിട്ട് അദ്ദേഹത്തിന് ഈ സൂയിസൈഡൽ ടെൻഡൻസി ഉണ്ട്. ഈ സൂയിസൈഡൽ ടെൻഡൻസി ഉള്ളയാള് പഠനം പറയുന്നത് അത് വെളിയിൽ അവർ അറിയിച്ചുകൊണ്ടിരിക്കും, ഇടയ്ക്കിടയ്ക്ക് പറയും. ഒരു എക്സാമ്പിൾ, എനിക്ക് ജീവിക്കണമെന്നില്ല പറയും, ഞാൻ മരിക്കാൻ പോവാണ്. അപ്പൊ എന്താ സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ മറ്റുള്ളവർ ഇതിനെ ഒരു ജോക്കായിട്ട് കാണും. ശരിക്കും ആ ആള് ഹീസ് ക്രൈയിങ് ഔട്ട് ഫോർ ഹെൽപ്പ്, ഹീസ് ക്രൈയിങ് ഔട്ട് ലൗഡ് ഫോർ ഹെൽപ്പ്, എന്നെ ഒന്ന് സഹായിക്കണേ എന്ന് പറയുന്ന ഒരു രീതിയാണ് ഞാൻ മരിക്കാൻ പോവുകയാണ്, ഇനി ജീവിച്ചിട്ട് ഒരു കാര്യമില്ല, ഒരു വഴി എൻ്റെ മുമ്പിൽ കാണുന്നില്ല. ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് ഒരാള്, നമുക്ക് പരിചയമുള്ള ഒരാൾ ഇങ്ങനെ സംസാരിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം അദ്ദേഹത്തിന് സഹായം വേണം, അതാണ്. പക്ഷെ പലപ്പോഴും സൊസൈറ്റി അല്ലെങ്കിൽ ഫാമിലി അല്ലെങ്കിൽ ഫ്രണ്ട്സ്, കൂടെ വർക്ക് ചെയ്യുന്ന കൊളീഗ്സ് ഇത് മനസ്സിലാക്കാതെ പോവാണ്. ഇയാൾ നിനക്ക് വട്ടാണ് എന്ന് പറഞ്ഞാൽ അവർ ഒറ്റ വാക്കിൽ ഒതുക്കും. പക്ഷെ അവൻ എന്താണ് ആഗ്രഹിക്കുന്നതെന്ന് ഇവർക്ക് ഒരിക്കലും മനസ്സിലാവുന്നില്ല. അപ്പോൾ ഇതിന്റെ റിസൾട്ട് എന്ന് പറയുന്നത് അവൻ ശരിക്കും ആത്മഹത്യ ചെയ്ത് കഴിയുമ്പോൾ ഇവൻ ഈ പറഞ്ഞ എല്ലാ സെന്റൻസും എല്ലാവർക്കും റീകളക്ട് ആവും. അവൻ അന്ന് എനിക്ക് ഹിന്റ് തന്നിരുന്നു, ഞാൻ എന്തെങ്കിലും ചെയ്തിരുന്നെങ്കിൽ, ബട്ട് ഇറ്റ്സ് ടു ലേറ്റ്. ഇത് എനിക്ക് തോന്നുന്നു വളരെ കോമൺ ആയിട്ട് സംഭവിക്കുന്ന ഒരു കാര്യമാണ് അല്ലെ? പക്ഷെ നമ്മൾ ആരും മറ്റുള്ളവരുടെ ലൈഫിലൊരു ഇന്റർഫിയർ ചെയ്യാനോ ഒരു സ്റ്റെപ്പ് മുന്നോട്ട് പോയിട്ട് അവനെ മനസ്സിലാക്കാനോ ശ്രമിക്കാറില്ല, ഇൻക്ലൂഡിങ് ഫാമിലി അല്ലെ? ഇത് വളരെ കോമൺ ആയിട്ട്. എന്തുകൊണ്ടാണ് ഈ ഒരു തോട്ട് വരുന്നത് ആക്ച്വലി? ഇപ്പൊ നമുക്കറിയാം സൂയിസൈഡ് ഈസ് എ ഫെയിലിയർ, അല്ലെങ്കിൽ നമ്മൾ സ്വയം കൊല്ലുകയാണ്, സംടൈംസ് പ്ലാൻഡ് ആയിട്ട് നമ്മൾ കൊല്ലുകയാണ്. എന്തൊക്കെയാണ് ഈ സൂയിസൈഡ് തോട്ട്സിനെ ട്രിഗർ ചെയ്യുന്നത്? പ്രധാനമായിട്ടും സൂയിസൈഡ് ചെയ്യാനായിട്ടുള്ള ടെൻഡൻസി അല്ലെ ആക്ഷനിലേക്ക് കൊണ്ടുപോകുന്നത് ഒന്ന് മെന്റൽ ഇൽനെസ്, ഡിപ്രഷൻ, ആങ്സൈറ്റി,
ഒബ്സസീവ് കമ്പൾസീവ് ഡിസോർഡർ OCD, ബൈപോളർ ഡിസോർഡർ, ഇങ്ങനെയുള്ളത്. സ്ത്രീകളിലാണെങ്കിൽ പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ, ഇതൊക്കെ സൂയിസൈഡൽ ടെൻഡൻസിയും സൂയിസൈഡൽ തോട്ട്സും ഉണ്ടാക്കുന്നത് അത് മെന്റൽ ഡിസോർഡർ ആണ്, അല്ലെങ്കിൽ മെന്റൽ ഇൽനെസ് ആണ്. അതിന് ഇമ്മീഡിയറ്റ്ലി ചികിത്സ എടുക്കുക എന്നുള്ളതാണ് ഒരു റെമഡി. പക്ഷെ ഒരു കാര്യം നമുക്ക് ഓരോരോ പോയിന്റ് ആയിട്ട് ഡിസ്കസ് ചെയ്യാം. ഈ പറഞ്ഞ മെന്റൽ ഇൽനെസ് ഉള്ള ഒരാൾക്ക് അത് നമുക്ക് അങ്ങനെ ഒരു പ്രശ്നമുണ്ട് എന്ന് സ്വയം മനസ്സിലാക്കാൻ പറ്റില്ല. പക്ഷെ അവൻ അനുഭവിക്കുന്നത് ഇതിന്റെ റിസൾട്ടാണ്. രാവിലെ മുതൽ വൈകുന്നേരം വരെ അവൻ ടോട്ടലി എനർജി ഇല്ലാതെ, ഫാറ്റീഗ്, തളർന്നിരിക്കുക, എനർജി ഇല്ല, സംസാരിക്കാൻ പറ്റുന്നില്ല, മൂഡില്ല. ഇത് ഈ പറഞ്ഞ ഏതെങ്കിലും ഒരു രോഗത്തിന്റെ റിസൾട്ടാണ്. പക്ഷെ ഇവൻ അപ്പോഴും മനസ്സിലാക്കുന്നില്ല ഐ ഹാവ് എ പ്രോബ്ലം ആൻഡ് ദിസ് ഈസ് റിസൾട്ട് ഓഫ് ദാറ്റ്, ബട്ട് ഹി ഈസ് ടെൻഡിങ് ടു സൂയിസൈഡ്. ഈ ഒരു പ്രശ്നത്തിനെ എങ്ങനെ ഒരാൾക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റും? ഞാൻ എന്തുകൊണ്ട് ചോദിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ വീഡിയോ ഇപ്പോൾ കാണുന്ന ആൾക്കാർ ഇത് കേട്ട് കഴിഞ്ഞാൽ OCD ഉള്ളവന് സൂയിസൈഡ് അറ്റംപ്റ്റ് ഉണ്ടായിരിക്കും എന്ന് അവർ കേൾക്കുന്നുണ്ട്. പക്ഷെ ഈ OCD എന്ന് പറയുന്നത് ഒരു എക്സ്പേർട്ട് പറയുമ്പോൾ മാത്രമാണ് അത് OCD ആണെന്ന് നമുക്ക് റിയലൈസ് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ പോകുന്നത് ഒരു മൂഡില്ല എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ് കൂടിയായിരിക്കും. അപ്പോൾ ഇത് കേൾക്കുന്ന പ്രേക്ഷകർക്ക് മനസ്സിലാവണം, ഞാൻ ഇന്ന് അനുഭവിക്കുന്ന എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് വെച്ചിട്ട് ഇതൊരു മെന്റൽ ഇൽനെസ് ആണോ which may lead to suicide or this is something else. നമ്മൾ അതിന് ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ ശരീരത്തിന് ചെക്കപ്പ് നമ്മൾ നടത്താറുണ്ടല്ലോ. ദന്തൽ ചെക്കപ്പ് എവറി 6 months ഒരു അറിവുള്ളൊരു മനുഷ്യൻ ചെയ്യുന്ന കാര്യമാണ്. നമ്മളെ ബ്ലഡ് ടെസ്റ്റ് എല്ലാ ഇയറിൽ അല്ലെങ്കിൽ 6 months കൂടുമ്പോൾ ചെയ്യും. നമ്മുടെ ഫുള്ള് ചെക്കപ്പ് ലൈക്ക് ECG ഇങ്ങനെയുള്ള ചെയ്യാറുണ്ട്. എന്ന് പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് മെന്റൽ ഹെൽത്ത് അസസ്മെന്റ്. ഒരു എക്സ്പേർട്ടിൻ്റെ ഇരിക്കെ ചെന്ന്, ഒരു സൈക്കോളജിസ്റ്റിൻ്റെ ഇരിക്കെ ചെന്ന് എൻ്റെ മെൻ്റൽ ഹെൽത്ത് എങ്ങനെയുണ്ടെന്നുള്ള അസസ്മെൻറ്റ്, അതിനുള്ള ടെക്നിക്സ്, ടൂൾസ് ഒക്കെ ഇന്നും ഉണ്ട്, ഇഷ്ടം പോലെയുണ്ട്. അത് എല്ലാവരും ചെയ്തിരിക്കേണ്ടത് വളരെ അത്യന്താപേക്ഷിതമായിട്ടുള്ള കാര്യമാണ്. ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ അതിൻ്റെ ഫെസിലിറ്റീസ് ഒക്കെ ആയി വരുന്നേ ഉള്ളൂ. അതേസമയം പാശ്ചാത്യ രാജ്യങ്ങളിൽ, വെസ്റ്റേൺ കൺട്രീസിലൊക്കെ ഈവൻ സ്കൂളിൽ പോലും ഒരു കുഞ്ഞൊരു ഗ്ലൂമി ആയിട്ടിരുന്നാൽ അന്നേരം അവിടെയുള്ള ആൾക്കാർ അവനെ നോട്ടീസ് ചെയ്ത് ആ കുഞ്ഞിനെ എടുത്തുകൊണ്ട് പോയി ഒരു സൈക്കോളജിസ്റ്റിനെ, ഒരു ചൈൽഡ് കൗൺസിലേക്ക് കൊണ്ടുപോയി കൗൺസിൽ ചെയ്തതിൻ്റെ നേരെയാക്കും. പക്ഷെ ഇവിടെ ഒരു കുഞ്ഞ് നമ്മുടെ സ്കൂളുകളിലൊക്കെ ഗ്ലൂമി ആയിട്ടിരുന്നാൽ നീ എന്നാടാ ഇങ്ങനെ ഇരിക്കുന്നത് എന്നുള്ളൊരു ചോദ്യമാണ് വരുന്നത്. അത് അവനെ കൂടുതൽ തളർത്തും. അപ്പോൾ അവനൊരു മെന്റൽ സപ്പോർട്ടാണ് വേണ്ടി. നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ ഒരു മെന്റൽ ഹെൽത്ത് അസസ്മെന്റ് എടുക്കണം. തീർച്ചയായിട്ടും എല്ലാവരും എടുക്കേണ്ടതാണ്. നമ്മുടെ മെന്റൽ ഹെൽത്ത് എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിനെ നമ്മൾ എന്തുമാത്രം കെയർ ചെയ്യുന്നു അതിനേക്കാൾ ഒരു പടി മുകളിൽ കെയർ ചെയ്യേണ്ട ഒരു കാര്യമാണ് നമ്മുടെ മാനസിക ആരോഗ്യം. അപ്പം അതിനകത്തും നമുക്ക് മനസ്സിലാവും ഇപ്പം ഹാർട്ടിന് പ്രശ്നമുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം നമ്മൾ അവിടെ പോയി ECG എടുത്ത് നോക്കുമ്പോഴാണല്ലോ അറിയുന്നത്, അല്ലെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോഴാണല്ലോ അറിയുന്നത്. അതുവരെ നമ്മുടെ അസംഷൻ അല്ലേ ഉണ്ടായേക്കായില്ല എന്ന് പറഞ്ഞ പോലെ തന്നെയാണിത്. നമ്മളൊരു നല്ലൊരു എക്സ്പെർട്ടിൻ്റെ ഒക്കെ ചെല്ലുകയാണെങ്കിൽ അവർ പറഞ്ഞുതരും നമുക്ക് ഇന്ന പ്രശ്നമുണ്ട്, അതിന് നമുക്ക് ചികിത്സയുണ്ട്. ചിലപ്പം കൗൺസിലിംഗ് ആയിരിക്കും, ചിലപ്പോൾ സൈക്കോതെറാപ്പി ആയിരിക്കും, ചിലപ്പോൾ സൈക്യാട്രി മെഡിക്കേഷൻസ് ആയിരിക്കും. എന്താ വേണ്ടെന്ന് പറഞ്ഞാൽ അവരത് പറഞ്ഞുതരും. ഇപ്പൊ ഈ ഒരു പോയിന്റ് ഇപ്പൊ ഞാൻ വീണ്ടും പ്രേക്ഷകരോട് പറയാണ്, നിങ്ങൾ എല്ലാവരും ഇപ്പൊ ആനുവൽ, ഞാൻ ഡിഫൻസിലുണ്ടായിരുന്ന സമയത്ത് ഞങ്ങൾക്ക് എല്ലാ വർഷവും ആനുവൽ മെഡിക്കൽ എക്സാമിനേഷൻ ഉണ്ട്, AME. അപ്പോൾ ഈ AME ക്ലിയർ ചെയ്താൽ മാത്രമേ ഞങ്ങൾക്ക് അടുത്ത വർഷത്തേക്ക് ലീവ് പോലും കിട്ടത്തുള്ളൂ. അപ്പോൾ അതിനകത്ത് നമ്മളുടെ ബോഡി വെയിറ്റ്, നമ്മളുടെ പാരാമീറ്റേഴ്സ്, ബ്ലഡ് മാർക്കപ്പ് എല്ലാം ചെക്ക് ചെയ്യും. അപ്പോൾ നമ്മളൊരു ഫുള്ളി മെഡിക്കലി ഫിറ്റ് ആണെങ്കിൽ മാത്രമേ ഈവൻ നമുക്ക് പ്രൊമോഷൻ, ഫർദർ ലീവ് ഇതെല്ലാം കിട്ടുള്ളൂ. അപ്പോൾ ഓടി വിളിക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് 15 വർഷം നമ്മളിത് റെഗുലറായിട്ട് ചെയ്യുമായിരുന്നു. അതുപോലെ അത്രയും ഈക്വലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് മെന്റൽ ചെക്കപ്പ് എന്ന് പറയുന്നത്. പക്ഷെ ഇവിടെ നമ്മൾ പൊതുവെ അങ്ങനെ ആരും ചെയ്ത് കാണുന്നില്ല, കേട്ടിട്ടുമില്ല. അപ്പൊ ഞാൻ മനസ്സിലാക്കുന്നത് ഇന്ന് നമ്മളുടെ ഒരു സോഷ്യൽ സൈക്കോളജി അല്ലെങ്കിൽ പബ്ലിക് മാസ് സൈക്കോളജി നോക്കുന്ന സമയത്ത് കൂടുതൽ നെഗറ്റിവിറ്റി ആണ് മാർക്കറ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നതും, കൂടുതൽ നെഗറ്റീവ് ആയിട്ടുള്ള ന്യൂസുകളാണ് നമ്മൾ കേൾക്കുന്നതും. സൂയിസൈഡ്, റേപ്പ്, അതുപോലെ ഡ്രഗ്സ്, പാരൻസിനെ വെട്ടിക്കൊല്ലുക, അങ്ങനെയുള്ള ഒരുപാട് നെഗറ്റീവ്. അപ്പൊ ഇതെല്ലാം സൈക്കാട്രി റിലേറ്റഡ് പ്രോബ്ലംസ് ആണ്. ഒരുപാട് ഡൈവേഴ്സ് കേസുകൾ നമ്മൾ കാണുന്നു. ഇതിന്റെ റിസൾട്ടും എന്ന് പറയുന്നത് അവർ രണ്ടുപേരും ഡൈവേഴ്സ്ഡ് ആണ്, ദേ ആർ നോട്ട് ഹാപ്പി. ഇതിന്റെ എഫക്റ്റ് കുട്ടികളെയും ബാധിക്കുന്നു. അപ്പൊ ശരിക്കും പറഞ്ഞാൽ മെന്റൽ ഹെൽത്ത് അസസ്മെന്റ് ഇന്ന് എല്ലാവരും ചെയ്യണം എന്നുള്ളത് മാൻഡേറ്ററി ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഇവിടെ എനിക്ക് പ്രേക്ഷകരോട് പറയാനുള്ളത്, ദർ ഇസ് നോ ക്വസ്റ്റ്യൻ ടു ഡു ഇറ്റ് ഓർ നോട്ട്, യു ഹാവ് ടു ഡു ഇറ്റ്. ഓക്കെ, ഇനി നമുക്ക് ജോബിനോട് ചോദിക്കാം, ജോബ് ഇത് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒന്ന്, ഇത് എവിടെയാണ് ചെയ്യാൻ പറ്റുക, ഇത് എങ്ങനെയാണ് ചെയ്യാൻ പറ്റുക, എന്ത് കോസ്റ്റ് വരും, ഒരു സാധാരണക്കാരന് അഫോർഡബിൾ ആണോ, ഇതിനെക്കുറിച്ചൊക്കെ ഒന്ന് പറയാമോ? ഗവൺമെന്റ്
ചില ടോൾ ഫ്രീ നമ്പേഴ്സ് ഇറക്കിയിട്ടുണ്ട്. Okay. നമ്മളിപ്പം ഒരു തിയേറ്ററിൽ പോവുകയാണെങ്കിൽ അവിടെ പുകവലി ആരോഗ്യത്തിന് ഹാനികരം, ഇനി പുകവലി നിർത്താനായിട്ട് നിങ്ങളെ കൊണ്ട് ഒക്കുന്നില്ലെങ്കിൽ ടോൾ ഫ്രീ നമ്പറായ 1800 എന്നൊക്കെ പറഞ്ഞ നമ്പർ എന്ന് പറഞ്ഞതുപോലെ തന്നെ മാനസിക ആരോഗ്യത്തിന് വേണ്ടിയുള്ള ഗവൺമെന്റിന്റെ ഫെസിലിറ്റീസ് ഉണ്ട്. 2, നമ്മുടെ നാട്ടിൽ ഇഷ്ടം പോലെ കൗൺസിലിംഗ് ആൻഡ് സൈക്കോതെറാപ്പി സെന്റേഴ്സ് ഉണ്ട്. നമുക്കുള്ളൊരു പ്രശ്നം, ഒരു സൈക്കോളജിസ്റ്റിനെ കണ്ടാൽ അല്ലെങ്കിൽ ഒരു സൈക്കാട്രിസ്റ്റിനെ ഒരാൾ പോയി കണ്ടാൽ ആൾക്ക് പിന്നെ ഭ്രാന്താണ്, മാനസിക അസുഖമാണെന്ന് സമൂഹം അവരെ തെറ്റിദ്ധരിക്കും എന്നുള്ള ഒരു സ്റ്റിഗ്മ കിടപ്പുണ്ട് നമുക്ക്. അപ്പം അത് കാരണമാണ് പലരും സെൽഫ് ട്രീറ്റ്മെന്റിലേക്ക് പോകുന്നത്. എനിക്ക് തോന്നുന്നു ഇന്ന് അത് പതിയെ മാറി വരുന്നുണ്ട്. അറ്റ്ലീസ്റ്റ് ഒരു എഡ്യൂക്കേറ്റഡ് ക്ലാസിന്റെ ഇടയിൽ ഇത് മാറി വരുന്നുണ്ട്. നാട്ടിൽ ഇപ്പൊ നാട്ടിൻപുറങ്ങളിൽ പോയി കഴിഞ്ഞാൽ എവിടെ പോയതാണ്, ഞാനൊരു ഡോക്ടറെ കാണാൻ പോയി. എന്ത് ഡോക്ടറാണ്? മെന്റൽ ഡോക്ടറാണ്. ഓ, എന്തു പറ്റി? പിന്നെ പെട്ടെന്ന് തന്നെ ആ കാണുന്നവന്റെ ഒരു കാഴ്ച മാറി. ഓ, ഇവനെന്തോ മെന്റൽ ഇഷ്യൂ ഉണ്ട്. ദാറ്റ്സ് ട്രൂ. ബട്ട് ഐ തിങ്ക് ഇപ്പോൾ മാറി വരുന്നുണ്ട്. വളരെ കറക്റ്റാണ്. അപ്പൊ തന്നെ നമ്മൾ ഓർക്കുക, നമ്മുടെ നാട്ടിൽ സിറ്റീസ് എന്ന് പറയുന്നത് നമുക്ക് എണ്ണപ്പെട്ടതേ ഉള്ളൂ, ഗ്രാമങ്ങളാണ് കൂടുതലുള്ളത്. അപ്പൊ അവിടെയുള്ള ജനങ്ങള് അവരുടെ അറിവ്, ഒരു ഉദാഹരണത്തിന് എൻ്റെ വൈഫ് ആശമ്മ MSc സൈക്കോളജി കംപ്ലീറ്റ് ചെയ്ത് മിറക്കിൾ മൈൻഡ്സ് എന്ന് പറഞ്ഞ ഈ സ്ഥാപനം സ്ഥാപിച്ച് ഞങ്ങളുടെ സ്വന്തം നാട്ടിൽ ചെന്ന് ഒരാളുമായിട്ട് സംസാരിച്ചപ്പം ഇന്ന ജോലിയാണ് ചെയ്യുന്നത്. ഇപ്പൊ എടുത്തവൻ അദ്ദേഹം ചോദിച്ചു, പ്രാന്തന്മാരുമായിട്ടാണ് ഡീൽ ചെയ്യുന്നതല്ലേ? പക്ഷെ സത്യം പറഞ്ഞാൽ നമ്മുടെ മിറക്കിൾ മൈൻഡ്സിൽ വരുന്ന പല ആൾക്കാർ അവരുടെ ലൈഫ് സ്റ്റൈൽ ആക്കിയിരിക്കുന്നത്. അവർക്ക് ആഴ്ചയിൽ 1 അല്ലെങ്കിൽ 10 ദിവസം കൂടുമ്പോൾ ഒരു ദിവസം ഇവിടെ വന്ന് അവർക്ക് അത്രയും നാളും ഉണ്ടായിരുന്നു ഒന്ന് വെന്റ് ഔട്ട് ചെയ്യാനായിട്ട്, അവരെ മെന്റലി ഒന്ന് പ്യൂരിഫൈ ചെയ്യാൻ, ഒന്ന് റീപ്രോഗ്രാം ചെയ്യാൻ, അവർക്കൊരു എനർജി കിട്ടാൻ വേണ്ടിയാണ് ഇവിടെ വരുന്നത്. പിന്നെ കൂടുതലും സുബിലാൽ, ഇതിനെപ്പറ്റി എനിക്ക് പറയാനുള്ളത്, നമ്മൾ ഇതിനെപ്പറ്റി അറിവുള്ളവരാകുക. നമ്മുടെ ഈ ഒരു കോൺവെർസേഷൻ കൊണ്ടും നമ്മൾ ഉദ്ദേശിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം ഇതിനെപ്പറ്റി ഉള്ള ഈ ഒരു അറിവ് എത്രയും ജനങ്ങളിലേക്ക് എത്തുക എന്നുള്ളതാണ്. ഈ മാനസിക ആരോഗ്യം നിലനിർത്തേണ്ടത് ശരീര ആരോഗ്യം നിലനിർത്തുന്നത് പോലെ അതിനേക്കാളും ഉപരി ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ ഞാൻ മറ്റൊരു കാര്യം ചോദിക്കട്ടെ. ഇപ്പോൾ ഒരാൾക്ക് തോന്നുകയാണ് ലൈക്ക് ഐ ഷുഡ് കൺസൾട്ട് സമ്മൺ, പക്ഷെ അപ്പോൾ അയാളുടെ ഒരു മാനസികാവസ്ഥ എന്ന് പറയുന്നത്, എനിക്കറിയാം എനിക്കിങ്ങനെ ഒരു പ്രശ്നമുണ്ട് എന്ന്, ഞാനൊരു എക്സ്പേർട്ടിനെ കാണേണ്ടതും ആവശ്യമാണ്. പക്ഷേ എൻ്റെ പ്രശ്നം എനിക്കേ മനസ്സിലാവൂ, ഇതെൻ്റെ മാത്രമാണ്. അതായത് നമുക്ക് നമ്മളുടെ കുട്ടിയോടുള്ള സ്നേഹം പോലെയാണ് നമുക്ക് നമ്മളുടെ പ്രശ്നങ്ങളോടുള്ള സ്നേഹം. ഇറ്റ്സ് യുണീക്ക്, ഇറ്റ്സ് മൈൻ, ഓൺലി ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദിസ്. ഇത് ഞാൻ മറ്റൊരാളായിട്ട് ഷെയർ ചെയ്യാനുള്ള ബുദ്ധിമുട്ട്. അതോടൊപ്പം തന്നെ ഞാനത് ഷെയർ ചെയ്യുമ്പോൾ എൻ്റെ പല പേഴ്സണൽ സീക്രട്സും എനിക്ക് ഓപ്പൺ ചെയ്യേണ്ടി വരും. അത് മനസ്സിലാക്കാൻ അയാൾക്ക് പറ്റിയില്ലെങ്കിലോ, പിന്നെ ഞാൻ ചിലപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ അങ്ങോട്ട് ചെന്ന് ഞാൻ അതിന് വേണ്ടി കുറേ കാശും കൊടുക്കേണ്ടി വരും. പിന്നെ അതിനുശേഷം മരുന്ന് കഴിക്കേണ്ടി വരും. ഈ മരുന്ന് ഞാൻ ആജീവനാന്തകാലം കഴിക്കേണ്ടി വരും. അപ്പോൾ പൊതുവെ പറഞ്ഞു കേൾക്കുന്നത് സൈക്കാട്രി മരുന്ന് കഴിക്കുന്ന ആൾക്കാരുടെ കാറ്റഗറിയിലേക്ക് ഞാനും വരും. ഇങ്ങനെയുള്ള ചിന്തകളൊക്കെ ഇവരെ ബ്ലോക്ക് ചെയ്യുന്നുണ്ടായിരിക്കില്ലേ? ഇപ്പൊ ഈ പറഞ്ഞതെല്ലാം തെറ്റിദ്ധാരണകളാണ്. ഏത് സിറ്റുവേഷനും ഇറ്റ് വിൽ ഡിഫർ ഫ്രം പേഴ്സൺ ടു പേഴ്സൺ. മറ്റൊരാൾക്ക് ഇങ്ങനെ സംഭവിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് ഇങ്ങനെ സംഭവിക്കണമെന്നുള്ളതില്ല. ഇപ്പം ഞങ്ങളുടെ മിറക്കിൾ മൈൻഡ്സിൽ ഞങ്ങൾ 3 അഷുറൻസ് കൊടുക്കുന്നുണ്ട്. ഏത് ക്ലയൻറ്റും അവിടെ വന്നാൽ ആദ്യത്തെ സെഷനിൽ തന്നെ, ആദ്യത്തെ ഒരു അസസ്മെന്റ് സെഷനാണ്, അപ്പം തന്നെ വിതിൻ 15 മിനിറ്റ്സ്, സെഷൻ തുടങ്ങി 15 മിനിറ്റിനകത്ത് ഞങ്ങൾ കൊടുക്കുന്ന അഷുറൻസ്, 100% കോൺഫിഡൻഷ്യൽ. നിങ്ങൾ ഇവിടെ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ഈ മിറക്കിൾ മൈൻഡ്സിനകത്ത് നിൽക്കത്തുള്ളൂ. ഈ ഡോർ വിട്ട് ഉള്ളിലോട്ട് പോകത്തില്ല. 2, നോൺ ജഡ്ജ്മെന്റൽ. നിങ്ങളെ ഒരു ജഡ്ജ്മെന്റലായിട്ട് ഞങ്ങൾ കാണത്തില്ല. നിങ്ങൾ എന്ത് ചെയ്തിട്ട് എന്ത് പ്രവർത്തിച്ചിട്ടാണ് വന്നെന്ന് പറഞ്ഞാലും നിങ്ങളെ ആ കണ്ണിൽ അല്ല ഞങ്ങൾ കാണുന്നത്. 3, എംപത്തറ്റിക്കൽ ആയിരിക്കും. സിമ്പത്തറ്റിക്കൽ അല്ല, എംപത്തറ്റിക്കൽ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ നിങ്ങളുടെ ഷൂസിലേക്ക് വന്ന് നിൽക്കും. നിങ്ങളുടെ ബിലീഫ് സിസ്റ്റം, നിങ്ങൾ വളർന്നു വന്ന സാഹചര്യം, നിങ്ങളുടെ ചൈൽഡ്ഹുഡ് ട്രോമാസ്, നിങ്ങളുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ, എന്നിട്ട് ഞങ്ങൾ വേൾഡിൽ നിന്ന് കാണും. എന്നിട്ട് വിൽ കം ബാക്ക് ആൻഡ് ദെൻ വി ട്രീറ്റ് യു. ഈ ഒരു 3 അപ്രോച്ചാണ് ഞങ്ങൾ കൊടുക്കുന്നത്. എൻ്റെ വിചാരം ഞങ്ങൾ മാത്രമല്ല കേട്ടോ, ഏകദേശം എല്ലാവരും ആ ഒരു അപ്രോച്ച് തന്നെയാണ്. അതുകൊണ്ട് ഒരു മാനസിക ആരോഗ്യ വിദഗ്ധന്റെ ഇരിക്കൽ ചെന്ന് നിങ്ങളുടെ വിഷയങ്ങൾ തുറന്നു പറയുന്നതിൽ ഒരു മടിയും വേണ്ട. പിന്നെ ഞാൻ ഇങ്ങനെ പറയാറുണ്ട്, ലോകത്തിലേക്കും ഏറ്റവും 2 വൃത്തികെട്ട ഭയങ്ങളാണ്. 1, ഫിയർ ഓഫ് ഫെയിലിയർ. 2, ഫിയർ ഓഫ് വാട്ട് അതേഴ്സ് വിൽ തിങ്ക്. ഈ 2ാമത്തെ പേടിയാണല്ലോ നമ്മൾ തുറന്നു പറയാൻ മടിക്കുന്നേ. ഞാനിത് പറഞ്ഞാൽ അയാൾ എന്ത് വിചാരിക്കും. നമുക്ക് നമ്മുടെ ആരോഗ്യം വലുതാണ്. പിന്നെ വേറൊരു കാര്യം കൂടെ പറയാം, നമുക്ക് വേണ്ടി നമ്മളെ അവസാനം വരെ കാണത്തുള്ളൂ, വേറെ ആരും കാണത്തില്ല. അപ്പം നമ്മുടെ ശാരീരിക ആരോഗ്യവും മാനസിക ആരോഗ്യവും
നല്ല രീതിയിൽ കൊണ്ടുപോകേണ്ടത് നമ്മുടെ മാത്രം ഉത്തരവാദിത്തമാണ്. നമ്മുടെ ഒരുവിധം സൊസൈറ്റി വർക്ക് ചെയ്യുന്നത് നേരെ തിരിച്ചാണ്. ഒരു പരിധിവരെ നമ്മൾ നമ്മുടെ കുടുംബത്തിന് വേണ്ടി ജീവിക്കുന്നു, അതിനുശേഷം നമ്മൾ ആ കുടുംബം നമുക്ക് വേണ്ടി ജീവിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇത് രണ്ടും സ്ട്രഗിൾ ആണ്, രണ്ടിലും സ്ട്രെസ് വരുന്നു, അവസാനം ആരും ഇല്ലാതെ മരിക്കുന്നു. ഇതാണ് പൊതുവെ നമ്മൾ കണ്ടുവരുന്നത്. അതന്നെ. ഇനി നമുക്ക് രണ്ടാമത്തെ റീസൺ, ഇപ്പൊ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് സൂയിസൈഡിലേക്ക് പോകാനുള്ള റീസൺസ് ആണ്. ഒന്ന് മെന്റൽ ഇൽനെസിനെ കുറിച്ച് നമ്മളിപ്പോൾ സംസാരിച്ചു. ഇതല്ലാതെ മറ്റുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്? രണ്ടാമത് ഫിസിക്കൽ ഇൽനെസ്. ചില ആൾക്കാരിൽ ശാരീരികമായിട്ടുള്ള അസുഖം വരുമ്പോൾ ഇനിയൊന്നും എനിക്ക് മുമ്പോട്ട് പോകാൻ പറ്റത്തില്ല എന്നുള്ള തോട്ട്. ഉദാഹരണത്തിന് ക്യാൻസർ പോലെയുള്ള അസുഖം. ഒരാൾ ഭയങ്കര ആക്റ്റീവായിട്ട് നിൽക്കുന്ന ഒരാൾക്ക് ഒരിക്കലും അസുഖം വരത്തില്ല എന്ന് അദ്ദേഹം തന്നെ സ്വയം ചിന്തിച്ച ഒരാൾക്ക് കുറേ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു, ഡയഗ്നോസ് ചെയ്യുന്നു, ബയോപ്സിക്ക് അയക്കുന്നു, റിസൾട്ട് വരുന്നു, ക്യാൻസർ എന്നുള്ളത് വരുന്നു. ആൾ അന്നേരം ഡൗൺ ആകുകയാണ്. ആ ഒരു ശാരീരിക അസുഖം ഇതിനകത്തൊന്നും രക്ഷയില്ല എന്നുള്ളൊരു തോട്ട്. രണ്ടാമത് ഒരു കാര്യം പറഞ്ഞാൽ, ഈ പബ്ലിക് ഫിഗേഴ്സ് ഉണ്ടല്ലോ, ഈ ബിഗ് സ്ക്രീനിലും സ്മോൾ സ്ക്രീനിലൊക്കെ വരുന്നവർ, അല്ലെങ്കിൽ ഈ പബ്ലിക് രാഷ്ട്രീയത്തിലുള്ളവർ, ഫിലിം ഫീൽഡിലുള്ളവർ ഒക്കെ വരുന്നവർക്ക് ഉണ്ടാകുന്ന സ്കിൻ ഡിസീസ്, അവരെ തന്നെ അവർ പ്രസന്റ് ചെയ്യാനായിട്ട് അവർ വളരെ സൂക്ഷിക്കുന്ന സ്കിന്നിൽ വരുന്ന അസുഖങ്ങൾ. അപ്പം അവർക്കിനി എനിക്ക് പഴയ പോലെ എന്നെ പ്രസന്റ് ചെയ്യാൻ ഒക്കത്തില്ല പബ്ലിക്കിൽ. അതവരെ ഒരു എൻഡിലേക്ക് കൊണ്ടുപോകാനുള്ള സാധ്യതയുണ്ട്. സോ ഫിസിക്കൽ ഇൽനെസ് അങ്ങനെ പലതും കേട്ടോ. ചില അസുഖങ്ങളൊക്കെ ചിലപ്പം വയറ്റിലുണ്ടാകുന്ന ചെറിയൊരു അൾസർ പോലത്തെ അസുഖമായിരിക്കും. പല ഡോക്ടേഴ്സിനെ അലോപ്പതി, ഹോമിയോപ്പതി, ആയുർവേദിക് ഒക്കെ കാണിച്ചിട്ടും ഒരു കുറവില്ലാതെ വരുമ്പോഴത്തേക്കും ഇനി ഒരു റെമഡി ഇല്ല. അദ്ദേഹം കാണിച്ചേക്കുന്ന ലക്ഷക്കണക്കിന് ഡോക്ടേഴ്സുള്ള, കോടിക്കണക്കിന് ഡോക്ടേഴ്സുള്ള ഈ ഭൂമിയിൽ ആ പടെ 5-6 പേരെ കാണിച്ചിട്ടുള്ളായിരിക്കും. പക്ഷെ ഇനി മുമ്പോട്ട് പോകാൻ പറ്റത്തില്ല, ദിസ് ഈസ് ദ എൻഡ് എന്നുള്ളൊരു തോട്ട്. കാരണം എന്താ ചോദിച്ചാൽ, അവരുടെ ശരീരത്തിന് അവർ ഭയങ്കര പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. ഈ അവർ ചിന്തിക്കേണ്ട ഒരു കാര്യം, 2 കൈയും 2 കാലും ഇല്ലാത്തവരും ഈ ഭൂമിയിൽ ജീവിക്കുന്നുണ്ട് അല്ലേ. 2 കണ്ണും ജന്മനാ ഇല്ലാത്തവർ, 2 കണ്ണുള്ളവർ ചെയ്യുന്നതിനെക്കാട്ടും വലിയ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ക്യാൻസർ ഏറ്റവും കുഞ്ഞുനാൾ മുതൽ ക്യാൻസർ സർവൈവേഴ്സ് വർഷങ്ങളോളം ജീവിച്ചിരുന്ന് വലിയ ഇൻഫ്ലുവൻസേഴ്സ് ആയിട്ടുണ്ട്. സോ നമുക്കിപ്പം വന്ന ഈ ഒരു പ്രതികൂലമായിട്ടുള്ള സാഹചര്യത്തെ നമ്മുടെ മനസ്സുകൊണ്ട് ചിന്തിച്ചാൽ ഓവർകം ചെയ്യാൻ പറ്റും. ഇറ്റ് ഈസ് ഇൻ ദ മൈൻഡ്, മനസ്സിലാണ്. ഇപ്പം ബുർജ് ഖലീഫ ഉണ്ടാക്കുന്നതിന് മുമ്പ് ഒരാളുടെ മനസ്സിൽ അത് തോന്നിയിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ആത്മഹത്യ ചെയ്യുന്നതിന് മുമ്പ് ഒരാളുടെ മനസ്സിൽ അതിനെപ്പറ്റി ചിന്തിച്ചിട്ടുണ്ട്. മറ്റുള്ളവർ കാണുന്നത് ആക്ഷനിലേക്ക് വരുമ്പോഴാണ്. നമ്മുടെ മനസ്സിലങ്ങ് വിചാരിച്ചാൽ മതി, യെസ് ഐ ക്യാൻ ഡു ഇറ്റ്, ഐ ക്യാൻ ഓവർകം ഇറ്റ്. അതിന് വേണ്ട ഹെൽപ്പ്, അതിന് വേണ്ട റെമഡീസ് ഒക്കെ തനി അങ്ങ് വരും. പിന്നെ ഡോണ്ട് ഹെസിറ്റേറ്റ് ടു സീക്ക് ഹെൽപ്പ്. ഒരു സഹായം ചോദിക്കുന്നതിൽ നമ്മൾ ഒരിക്കലും മടി കാണിക്കില്ല. പലപ്പോഴും നമ്മുടെ ആ ഈഗോ ഒരു സഹായം ചോദിക്കാനായിട്ട് നമ്മളെ തടസ്സപ്പെടുത്തും. പക്ഷെ നമുക്ക് ഒറ്റയ്ക്ക് പറ്റുന്നില്ലല്ലോ, അപ്പൊ ആ സഹായം ചോദിക്കാനായിട്ട് മടി കാണിക്കില്ല. ഇന്ന് പലരും ഇൻട്രോവേർട്ടാണ്, എസ്പെഷ്യലി സോഷ്യൽ മീഡിയയുടെ ഇൻഫ്ലുവൻസ് കൂടി വരുന്നുണ്ട്. ആൾക്കാരിപ്പോൾ വേണമെങ്കിൽ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കും ഈ പ്രോബ്ലംസ് എല്ലാം. അപ്പോൾ അവർ കൂടുതൽ ട്രാപ്പിലേക്ക് ചെന്ന് ചാടുകയാണ് ചെയ്യുന്നത്. പക്ഷെ എന്നാലും പിന്നെ വേറൊരു കാര്യം കൂടെ ഉണ്ട്. ഇപ്പോൾ ഇവർ ആരോട് ചോദിക്കും? കൂടെ നിൽക്കുന്ന ഫസ്റ്റ് അപ്രോച്ചബിൾ പേഴ്സൺ മേ ബി പാർട്ട്ണർ ആയിരിക്കാം, അല്ലെങ്കിൽ ഫ്രണ്ട്സ് ആയിരിക്കാം. ഇവരോട് സംസാരിക്കുമ്പോൾ അവിടെ നിന്ന് ഇവർ വിചാരിക്കുന്ന ഒരു ആക്സെപ്റ്റൻസ് കിട്ടിയില്ല, അല്ലെങ്കിൽ ആ ഒരു സീരിയസ്നെസ് കിട്ടിയില്ല. അപ്പോൾ ഇവർ വിചാരിക്കുമ്പോൾ ഇവർക്കേ വേണ്ട, പിന്നെ ഞാൻ എന്തിനാണ് ഈ കഷ്ടപ്പെടുന്നത്, അങ്ങനെ തീർക്കാം എന്നുള്ള മൈൻഡ് സെറ്റിലേക്ക് പോകുന്ന ആൾക്കാരുണ്ടാകും അല്ലേ? അതെ സാറേ, അതിനൊരു ഉദാഹരണം പറഞ്ഞാൽ, സാറിനൊരു 3 അടുത്ത കൂട്ടുകാരുണ്ടെന്നിരിക്കട്ടെ. ഒരാൾ ഒരു ഓട്ടോ മെക്കാനിക്കാണ്, രണ്ടാമത്തെ ആൾ ഒരു ഷെഫാണ്, മൂന്നാമത്തെ ആൾ ഒരു ബിൽഡറാണ്. സാറിനാണെങ്കിൽ ഒരു വീട് വെക്കാൻ പോവുകയാണ്. അപ്പം 3 ഒരു അടുത്ത കൂട്ടുകാരാണ്. അപ്പം സാറ് എന്നൊരു ഷെഫിനോട് എന്ന് ഈ കാര്യം പറയത്തില്ല. എന്താന്ന് ചോദിച്ചാൽ, അദ്ദേഹം അടുത്ത കൂട്ടുകാരനാണെങ്കിൽ പോലും അദ്ദേഹത്തിന് ഇതിനെപ്പറ്റി വലിയ അറിവില്ല. നമ്മളെല്ലാവരും ചെയ്യുന്ന ഒരു വലിയൊരു തെറ്റുണ്ട്. നമുക്കൊരു മാനസിക പ്രശ്നം വരുമ്പോഴത്തേന് നമ്മുടെ അടുത്ത കൂട്ടുകാരൻ ചിലപ്പം ബാങ്കിൽ വർക്ക് ചെയ്യുന്ന ആളായിരിക്കും, അല്ലെങ്കിൽ അദ്ദേഹം ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആയിരിക്കും, അല്ലെങ്കിൽ ഒരു ഫിലിം ആർട്ടിസ്റ്റ് ആയിരിക്കും, വേറെ എന്തെങ്കിലും പ്രൊഫഷണൽ ഉള്ളവരാ. അവരായിരിക്കും ചെന്ന് ഈ മാനസികാരോഗ്യത്തിന്റെ ഹെൽപ്പ് സ്വീകരിക്കാറുണ്ട്. അപ്പൊ അവർക്കുള്ള അറിവ് വെച്ചിട്ടാണ് നമുക്ക് പറഞ്ഞിരുന്നത്. പക്ഷേ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, നമുക്കൊരു മാനസിക പ്രശ്നം, ബുദ്ധിമുട്ടുണ്ടായാൽ നമ്മൾ സഹായം ചോദിക്കേണ്ടത് ഒരു മാനസിക ആരോഗ്യ വിദഗ്ധൻ്റെ അടുക്കൽ ചെന്ന്. ഇപ്പം സാറിൻ്റെ വണ്ടിക്ക് കേട് വന്നാൽ അത് ഒരു ബിൽഡറെ അടുക്കൽ ചെന്ന് അദ്ദേഹം സാറിൻ്റെ ഈ വണ്ടിയെ കാണിക്കത്തില്ല. അതേസമയം മറ്റേ കൂട്ടുകാരനുണ്ടല്ലോ, വണ്ടി ഓട്ടോമൊബൈൽ മെക്കാനിക്ക്, അദ്ദേഹത്തിൻ്റെ അടുക്കൽ ചെന്ന് പറയത്തുള്ളൂ. എന്ന് പറഞ്ഞ പോലെ ഇതിനും നമ്മളൊരു സ്റ്റെപ്പ് എടുക്കണം, ഒരു മെഷർ എടുക്കണം. നമുക്കൊരു മാനസിക പ്രശ്നം ഉണ്ടായാൽ നമുക്ക് കൂട്ടുകാരൊക്കെ പല രീതിയിലുള്ളവർ കാണാം.
പക്ഷെ ഒരു മാനസികാരോഗ്യ വിദഗ്ധനിലേക്ക് ചെല്ലണം. നമുക്ക് റീച്ചബിൾ ആണിപ്പോൾ. നമുക്ക് ഇന്ത്യയിലാണ് എനിക്ക് തോന്നുന്നു ഇത്രയും ഇന്റർനെറ്റും ടെലിഫോൺ ഫെസിലിറ്റീസും ഒക്കെ ഇത്രയും ചീപ്പായിട്ട്, ലോകത്തിലേക്ക് ഏറ്റവും ചീപ്പായിട്ടുള്ളത് ഇന്ത്യയിലാണ്. നമുക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്താലും ഒക്കെ അതിന്റെ റിവ്യൂസ് ഒക്കെ നോക്കിയാലൊക്കെ നമുക്ക് ഇത് നമ്മുടെ വിരൽത്തുമ്പിലുണ്ട് നമ്മുടെ സഹായം. നമുക്ക് തീർച്ചയായിട്ടും കിട്ടും. പിന്നെ സാർ മുമ്പേ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം ഞാൻ പറഞ്ഞില്ലായിരുന്നു, ഇത് എന്തുമാത്രം എക്സ്പെൻസീവ് ആണോ അല്ലേ എന്നുള്ള കാര്യം. സാറേ, ഇവിടെ ഫ്രീ ആയിട്ട് ചെയ്തു കൊടുക്കുന്ന ചാരിറ്റി ഓർഗനൈസേഷൻസ് ഉണ്ട്, വളരെ കുറഞ്ഞ ചെലവിൽ ചെയ്തു കൊടുക്കുന്ന ഒരു വോളണ്ടറി വർക്കേഴ്സ് ഉണ്ട്, അപ്പം തന്നെ എക്സ്പെൻസീവ് ആയിട്ടുള്ളതുണ്ട്. അത് ഓരോരുത്തരുടെ ഫൈനാൻഷ്യൽ ഫ്രീഡവും ഓരോരുത്തരുടെ ഇഷ്ടമാണ് ഏതാണ് ചൂസ് ചെയ്യേണ്ടതെന്നുള്ള കാര്യം. എപ്പോഴും ഞാൻ പറയുന്നത്, നിങ്ങൾ എത്ര രൂപ നീനോട് കൊടുക്കുന്നു എന്നുള്ളതിനെക്കാട്ടിലും ഏറ്റവും ബെസ്റ്റ് എക്സ്പേർട്ടിൻ്റെ ഇരിക്കെ നിങ്ങൾക്ക് സിങ്ക് ആകുന്ന, നിങ്ങൾക്ക് പറ്റുന്ന ഒരു എക്സ്പേർട്ടിൻ്റെ ഇരിക്കെ പോകുന്നുള്ളതാണ്. നമ്മൾ കാണാൻ മേലെ പല ഡോക്ടേഴ്സിനെയും ഭയങ്കര വിദഗ്ധരായിരിക്കും, അവിടെ ചെന്നിട്ട് അവർക്ക് അങ്ങോട്ട് സിങ്ക് ആകത്തില്ല. വേറെ ഡോക്ടറെ കാണിക്കും, അദ്ദേഹം MBBS മാത്രമേ ഉള്ളായിരിക്കും, അദ്ദേഹത്തിന് മരുന്ന് കൊണ്ട് ഇത് ഹീലാവും. എന്താണെന്ന് ചോദിച്ചാൽ അവര് എല്ലാ ഡോക്ടേഴ്സും എല്ലാവർക്കും ഉള്ളതല്ല എന്ന് പറഞ്ഞ പോലെയാണ് എല്ലാ സൈക്കോളജിസ്റ്റും എല്ലാവർക്കും വേണ്ടി ഉള്ളതല്ല. അപ്പം നമുക്ക് സിങ്ക് ആകുന്ന ആളാണോ എന്ന് നമ്മളൊന്ന് ചെക്ക് ചെയ്യാം. എന്താണേലും വീണ്ടും വീണ്ടും എനിക്ക് പറയാനായിട്ടുള്ളത്, ഏതെങ്കിലും രീതിയിൽ നമുക്ക് സാധാരണ അല്ലാത്ത ഒരു പ്രശ്നം നമുക്കുണ്ടാകുന്നുണ്ടെങ്കിൽ, എന്ന് പറഞ്ഞാൽ ഭയങ്കര ആക്റ്റീവായിരുന്നു, നമ്മളിപ്പോൾ അങ്ങ് ഗ്ലൂമി ആയിട്ട് വരികയാണ്, മറ്റുള്ളവരുടെ കൂടെ വെളിയിൽ പോകുന്ന ആളായിരുന്നു, പക്ഷേ ഇപ്പോൾ ആൾക്കാരെ കാണാനായിട്ട് നമുക്ക് അത്ര വലിയ താല്പര്യമില്ല, ജീവിതത്തെ അങ്ങ് ബോറടിച്ച് തുടങ്ങി, വെറുത്തു തുടങ്ങി, ഒരു ത്രില്ലില്ലാതെ വരിക കുറേ നാളുകളായി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊരു പ്രൊഫഷണൽ ഹെൽപ്പ് സീക്ക് ചെയ്യണം. ഞാൻ മറ്റൊരു കാര്യം ചോദിക്കട്ടെ, ഇപ്പോൾ ഈ സൂയിസൈഡ് എന്ന് പറയുന്ന ഒരു കാര്യം ചെയ്യാൻ ഒരാൾ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ അവൻ്റെ മനസ്സിൽ ആ പിക്ചറുണ്ട്, ഏത് സൂയിസൈഡിൻ്റെ പിക്ചറുണ്ട്. അപ്പോൾ ഈ സൂയിസൈഡിൽ നിന്ന്, സൂയിസൈഡ് ചെയ്യാൻ തീരുമാനിച്ചതിൽ നിന്ന് അവൻ റിവേഴ്സായിട്ട് തിങ്ക് ചെയ്യും, ഞാൻ സൂയിസൈഡ് ചെയ്യാൻ പോകുന്നു, ഇതിന് മുന്നേ ഞാൻ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെ, മാൻഡേറ്ററി ആയിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ അതെല്ലാം ചെയ്ത് കഴിഞ്ഞ് റെഡി ടു സൂയിസൈഡ്, ഇനി അങ്ങ് സൂയിസൈഡ് ചെയ്യാം. ഇങ്ങനെ മെൻ്റലി ചിന്തിച്ച് ഒരു ചിത്രം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയായിരിക്കും ഇവർ എപ്പോഴും. പക്ഷെ ചില ആൾക്കാർ സ്പോട്ടിൽ ചിലപ്പോൾ ഒരു മൊമെന്ററി ഇമ്പൾസീവായിട്ട് ചിലപ്പോൾ ചെയ്യുന്ന ആൾക്കാരും ഉണ്ടായിരിക്കും. പക്ഷെ എങ്കിലും അവരുടെ മനസ്സിൽ എവിടെയോ ഒരു ചിന്ത ഉണ്ടായിരിക്കും. ഇങ്ങനെ ഒരു ചിന്ത മനസ്സിൽ വരുന്ന സമയത്ത് അതിനെ റീപ്ലേസ് ചെയ്യാൻ പറ്റുന്ന ഒരു വിഷ്വലൈസേഷൻ പ്രോസസ്സ് എത്രത്തോളം എഫക്റ്റീവ് ആണ്? നമ്മൾ ആദ്യം പറഞ്ഞ അതിലേക്ക് തന്നെ ഒന്നുകൂടെ വരേണ്ടിയിരിക്കുന്നു. ഈ സൂയിസൈഡ് ചെയ്യുന്ന ആള് ഒരിക്കലും പലരെ എല്ലാവരും കൂടെ വിളിച്ചു കൂട്ടിയിട്ട് സൂയിസൈഡ് ചെയ്യത്തില്ല. അല്ലെങ്കിൽ അത് റെയർ കേസസ് ആണ്. എന്തിൻ്റെയും റിവെഞ്ച് തീർക്കാനായിട്ടോ ഈ ബാങ്കിന്റെ മേളിൽ സൂയിസൈഡ് ചെയ്യുന്നൊക്കെയല്ലോ, അതൊക്കെ റെയർ കേസ്. സാധാരണപ്പെട്ട സൂയിസൈഡ് എത്രയും ഉറപ്പ് വരുത്തും ആരുമില്ല എന്നുള്ള കാര്യം. സി അഗെയിൻ ലോൺലി ആകുകയാണ്, ഒറ്റയ്ക്കാകുകയാണ്. അപ്പം സൂയിസൈഡിൽ നിന്ന് രക്ഷപ്പെടാനായിട്ടുള്ള ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഗെറ്റ് കണക്റ്റഡ് ടു സംബഡി ഇമ്മീഡിയറ്റ്ലി. നമുക്ക് ആ തോട്ട് വരുമ്പം തന്നെ ആരെങ്കിലുമായിട്ടൊന്ന് കണക്ട് ചെയ്യുക. ആരെങ്കിലും എന്ന് പറയുമ്പോൾ നമുക്ക് മെന്റലി ഒരു അറ്റാച്ച്മെന്റ് ഉള്ള ആൾക്കാരെ ആരെങ്കിലുമായിട്ട്. ഇനിയും ചിലർ കാണും, ഒരു കൂട്ടുകാരും ഇല്ലാത്തവർ കാണും, അവർ തീർച്ചയായിട്ടും മിറക്കിൾ മൈൻഡ്സ് പോലത്തെ പല സെന്റേഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ ഗവൺമെന്റ് ഫെസിലിറ്റീസ് ഉണ്ട്, അവിടെ കോണ്ടാക്ട് ചെയ്യാന്നുള്ളതാണ്. നിങ്ങൾക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ ഇതൊക്കെ ലഭ്യമാണ്. അവിടെ വിളിച്ചിട്ട് പറയാം, എനിക്ക് ഇങ്ങനെ ടെൻഡൻസി ഉണ്ടെന്നുള്ള കാര്യം പറയാം. രണ്ടാമത് സുബിലാൽ, നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരാളിങ്ങനെ സൂയിസൈഡിനെ പറ്റിയുള്ള ടെൻഡൻസി ഉള്ളയാള് പഠനങ്ങൾ പറയുന്നത് ഹി വിൽ ഓൾവേസ് സേ ഇറ്റ് ഔട്ട്, ഞാൻ മരിക്കാൻ പോവുകയാണ് ഇങ്ങനെ പറയും. അപ്പം ചുറ്റുപാടുള്ളവര് അതിനൊരു ജോക്കാക്കല്ലേ. അപ്പം ആദ്യം ചെയ്യാൻ പറ്റുന്നത് അദ്ദേഹത്തെ പേഴ്സണലായിട്ട് ഒന്ന് കാണുക, ഒരു നോൺ ജഡ്ജ്മെന്റൽ അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കുക, ഒരു കോൺഫിഡൻഷ്യൽ അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കുക. എന്നിട്ട് അദ്ദേഹത്തിന്റെ കണ്ണിൽ നോക്കിയിട്ട് ചോദിക്കണം, നീ ഒരു സൂയിസൈഡിനെ പറ്റി ചിന്തിക്കുന്നുണ്ടോ എന്ന് അദ്ദേഹത്തോട് ചോദിക്കണം. അതിനുള്ളൊരു ധൈര്യം മറ്റവർക്കുണ്ടായിരിക്കണം. ഒരുപക്ഷെ ആ ചോദ്യത്തിൽ അദ്ദേഹത്തിന് പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞെന്ന് വന്നേക്കാം, ചിലപ്പം മിണ്ടായിരിക്കും. ചില ആൾക്കാർ ചെയ്യുന്ന എന്നാന്ന് ചോദിച്ചാൽ, സൂയിസൈഡ് ചെയ്യാൻ പോകുന്നതിന് കുറേ ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ വാട്സപ്പ് സ്റ്റേറ്റസ് ഒക്കെ ഭയങ്കര ഗ്ലൂമി ആയിട്ടുള്ളത്, ഭയങ്കര ഡെസ്പായിട്ടുള്ള ഫേസ്ബുക്കിൽ ഒക്കെ ഇടാറുണ്ട്. അങ്ങനെ ഒരു കാര്യം നമ്മൾ കണ്ടാൽ അന്നേരം ചോദിക്കണം, ആർ യു ഓക്കെ? അപ്പോൾ അവിടെ നിന്ന് കിട്ടുന്ന റെസ്പോൺസ് കൊണ്ട് നമുക്ക് മനസ്സിലാക്കാം, ആർ യു ഓക്കെ എന്ന് ചോദിച്ചാൽ ഒരു പക്ഷേ ആ സമയത്ത് അദ്ദേഹം പറയും ഐ എം നോട്ട് ഓക്കെ. ഇമ്മീഡിയറ്റ്ലി അദ്ദേഹത്തിനെ ഹെൽപ്പ് ചെയ്യാനുള്ള മെഷർ നമ്മൾ എടുത്തിരിക്കണം. നമ്മളൊരു സാമൂഹ്യ സ്നേഹിയാണെങ്കിൽ. ചില ആൾക്കാർ റിപ്ലൈ അയക്കത്തില്ല, അയക്കാതിരുന്നാലും അതിന്റെ അർത്ഥം ഹി ഈസ് നോട്ട് ഓക്കെ എന്നാണ്. ഏതായാലും ഒരു ഗ്ലൂമി ആയിട്ട് ഡെസ്പായിട്ടുള്ളൊരു സാധനം ഇട്ടിട്ട് ആർ യു ഓക്കെ എന്ന് ചോദിച്ചാൽ യെസ് ഐ എം ഓൾറൈറ്റ് എന്ന് പറയത്തില്ല. അതിനൊരു റീസൺ ഉണ്ട്. ആ റീസണെ ജോക്കായിട്ട് നമ്മൾ കാണാം. ആക്ച്വലി ഹി ഈസ് സീക്കിംഗ് അറ്റൻഷൻ, someone to take forward. ഹി ഈസ് സീക്കിംഗ് ഹെൽപ്പ്. അതാണ്, എന്നെ ഒന്ന് സഹായിക്കുമെന്ന് അലറിക്കരഞ്ഞ് വിളിക്കുന്നതിന്റെ വേറൊരു ഫോമാണിത്. എന്നെ ഒന്ന് സഹായിക്കണേ, എനിക്ക് വേറെ വഴിയില്ല എന്ന് അദ്ദേഹം അറിയാതെ തന്നെ അദ്ദേഹം
മറ്റുള്ളവരോട് യാചിക്കുന്ന ഒരു പ്രക്രിയയാണ് ഈ ഗ്ലൂമി ആയിട്ടുള്ള സ്റ്റേറ്റസ് ഇതൊക്കെ. അന്നേരം നമ്മൾ ഇന്റർഫിയർ ചെയ്യണം. നമ്മൾ നേരിട്ട് അദ്ദേഹത്തെ കാണാനോ അല്ലെങ്കിൽ വേറൊരാളെ അവിടെ എത്തിക്കാനോ അദ്ദേഹത്തിനൊരു പ്രൊഫഷണൽ ഹെൽപ്പ് കൊടുക്കാനോ ഉള്ള മെഷേഴ്സ് നമ്മൾ എടുക്കുക എന്നുള്ളതാണ് അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഞാൻ റീസെൻ്റ്ലി 2-3 സൂയിസൈഡ് കേസസ് കണ്ടതിൽ ഒന്ന് ഒരു കോളേജ് സ്റ്റുഡൻ്റ് ആണ്. അപ്പോൾ ഒരു പെൺകുട്ടിയാണ്. അപ്പോൾ ആ പെൺകുട്ടിയുടെ മൊബൈൽ ഫോൺ കോളേജ് മാനേജ്മെന്റ് സീസ് ചെയ്തു. ആ പെൺകുട്ടിക്ക് വിഷമം താങ്ങാൻ പറ്റാതെ സൂയിസൈഡ് ചെയ്തു. ഇങ്ങനെ ഇത്രയും, അതായത് ഈ യങ് ജനറേഷൻ ഇത്രയും പ്രോൺ ആണോ ഈ സൂയിസൈഡുമായിട്ട്? വൈ ദേ വാണ്ട് ടു എൻഡ് ക്വിക്ക്ലി? കാൺട്ട് ദേ ഹാൻഡിൽ തിങ്സ്? പണ്ടത്തെ കാലം അപേക്ഷിച്ച് നോക്കുമ്പം ഇപ്പോൾ ഉള്ള ജനറേഷന് ഒരു ഹാർഡ് സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാനായിട്ടുള്ള കപ്പാസിറ്റി വളരെ കുറവാന്ന് തോന്നുന്നു. ഒത്തിരി റീസൺസ് ഉണ്ട്. ഞാൻ 1-2 പറയാം. ഒന്ന്, പണ്ടൊരു കൂട്ടുകുടുംബ വ്യവസ്ഥിതിയായിരുന്നല്ലോ. നമുക്ക് നമ്മുടെ കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും തുറന്നു പറഞ്ഞില്ലേ തന്നെ നമ്മുടെ കസിൻസും ബ്രദേഴ്സ് സിസ്റ്റേഴ്സ് എല്ലാം കണ്ടുപിടിക്കുന്നു, അതിനെ അങ്ങ് ഡൈല്യൂട്ട് ചെയ്യുന്നു. ഇപ്പം എല്ലാം അണുകുടുംബമാണ്. ആ അണുകുടുംബത്തിനകത്തും പിന്നെയും ഈ ഫോണുമായിട്ട് മാത്രം. ഇപ്പോൾ വൈകുന്നേരം വീട്ടിൽ ചെല്ലാമെന്നുണ്ടെങ്കിൽ പണ്ട് അപ്പനും അമ്മയും മക്കളും കൂടെ സംസാരിച്ചിരിക്കുന്ന വീട്ടിൽ അപ്പനും അമ്മയും മക്കൾക്കും എല്ലാം ഓരോ ഫോണുണ്ട്. ആ ഫോണിനകത്ത് അവർ അടുത്ത ആൾക്കാരുണ്ട് സംസാരിക്കാൻ, പക്ഷെ അവർക്ക് അകലെയുള്ള ആൾക്കാരുടെ കാര്യങ്ങൾ അറിയാനും അവരോട് മിണ്ടാനുമായിട്ടാണ് ഇഷ്ടം. വീണ്ടും അവർ ലോൺലി ആവുകയാണ്. ഇങ്ങനെയുള്ള ആൾക്കാർക്ക് എന്താ പ്രശ്നം പറ്റുന്നതെന്ന് ചോദിച്ചാൽ, ഒരു ജീവിതത്തിൽ ലൈഫ് എന്ന് പറയുന്ന അപ്സ് ആൻഡ് ഡൗൺസ് ആണല്ലോ. ഞാനിങ്ങനെ പറയാറുണ്ട്, നമ്മുടെ ECG പോലെയാ ലൈഫ്. അപ്പ് ഡൗൺ അപ്പ് ഡൗൺ, എന്നാലേ ജീവനുള്ളൂ. ആ ECG ലൈൻ സ്ട്രെയിറ്റ് ആയാലും എൻ്റെ അടുത്ത ആള് തീർന്നെന്ന് അർത്ഥം. അപ്പൊ നമ്മുടെ ലൈഫ് എന്ന് പറഞ്ഞാൽ അപ്സ് ആൻഡ് ഡൗൺസും ഉണ്ട്. അപ്പ് എല്ലാവർക്കും ഭയങ്കര സന്തോഷമാണ്, പക്ഷെ ഡൗണിലേക്ക് പോകുമ്പോൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് അറിയുന്നില്ല. അതിന് വീണ്ടും അതിനുള്ള അവയർനെസ് കൊടുക്കുക. മാതാപിതാക്കളും സ്കൂളിലെ ടീച്ചേഴ്സും ഒക്കെ സ്ട്രിക്ട്ലി മക്കളെ ലൈഫ് സ്കിൽസ്, സോഫ്റ്റ് സ്കിൽസ്, ഒരു ഉദാഹരണം പറഞ്ഞാൽ ഇമോഷണൽ ഇന്റലിജൻസ്, കമ്മ്യൂണിക്കേഷൻ സ്കിൽ, എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, എൻ്റെ ഈ കാര്യം, എൻ്റെ ഈ വിഷമം ഞാൻ എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, ആരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, ഇതൊക്കെ പറഞ്ഞു കൊടുക്കാൻ വളരെ ശ്രദ്ധാലുക്കളായിരിക്കണം. നമ്മുടെ മാതാപിതാക്കളൊക്കെ അവരെ അക്കാഡമിക്സ് പഠിപ്പിക്കാനായിട്ടും മാർക്ക് എത്ര കിട്ടി, ഇത്ര എന്ത് കുറഞ്ഞോന്ന് നോക്കുന്നത് പോലെ തന്നെ എൻ്റെ മകൻ്റെ മാനസിക ആരോഗ്യം, എൻ്റെ മകൻ്റെ സോഫ്റ്റ് സ്കിൽസ്, ലൈഫ് സ്കിൽസ്, ഇതൊക്കെ എൻ്റെ മകൻ ഉണ്ടോ എന്നുള്ള കാര്യം തീർച്ചയായിട്ടും ഉറപ്പുവരുത്തണം. അല്ലെങ്കിൽ അവർക്ക് ഇതുപോലുള്ള പ്രശ്നങ്ങളെ തരണം ചെയ്യാനുള്ള മാനസികാരോഗ്യം ഇല്ലാതായി. പലപ്പോഴും നമ്മൾ കണ്ടുവരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഈ പറയുന്ന ഒരു കഥാപാത്രം ഒരു കുട്ടിയാണെന്നിരിക്കട്ടെ, ഈ കുട്ടിയുടെ പേരൻസും ഇതുപോലുള്ള ട്രോമാറ്റിക് സിറ്റുവേഷനും കൂടെ ജീവിക്കുന്നവരായിരിക്കും. അപ്പോൾ ആക്ച്വലി ആർക്കാണോ പ്രോബ്ലം വേണമെന്ന് പറയുന്നത്, അവൻ്റെ ചുറ്റിനുമുള്ള എല്ലാവരും ഈ പറയുന്ന പോലെ ലോൺലി മൈൻഡ് സെറ്റിലായിരിക്കും ചിലപ്പോൾ ജീവിക്കുന്നുണ്ടായിരിക്കുക. അപ്പോൾ ഇതിൻ്റെ പുറത്തേക്ക് കിടന്ന് മറ്റൊരാളിലേക്ക് എത്തണം, അല്ലെങ്കിൽ ഒരു പ്രൊഫഷണൽ ഹെൽപ്പ് സീക്ക് ചെയ്യണം എന്നൊരു ചിന്ത പോലും വരുന്നതിന് മുന്നേ ആയിരിക്കും ഈ ഡിസിഷൻ ചിലപ്പോൾ എടുക്കുന്നുണ്ടായിരിക്കുക, അല്ലേ? അപ്പോൾ ഇവിടെ ശരിക്കും നമ്മളൊരു ഫാമിലി കൗൺസിലിംഗ് അല്ലേ വേണ്ടത്, ഇൻഡിവിജ്വൽ കൗൺസിലിംഗ് ആണോ? ഒരു സാധാരണ ഫ്രേസ് കേട്ടിട്ടില്ല, യു വോണ്ട് ഗെറ്റ് വാട്ട് യു വാണ്ട്, യു വിൽ ഗെറ്റ് വാട്ട് യു ആർ. നമ്മൾ എന്താണോ നിരന്തരമായിട്ട് തിങ്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്, എന്താണോ നിരന്തരമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്, അത് നമ്മൾ ഇങ്ങനെ അട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കും. ഈ ലോ ഓഫ് അട്രാക്ഷൻ ഒക്കെ ഉണ്ടല്ലോ. ഇപ്പം സുബിലാൽ പറഞ്ഞതുപോലെ അപ്പനോ അമ്മയ്ക്കും ഇങ്ങനത്തെ ട്രോമാസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ മക്കളിലേക്ക് വരാനുള്ള ചാൻസസ് വളരെയധികം കൂടുതലാണ്. കാരണം ആ അപ്പനും അമ്മയും ആ ട്രോമ ആയിട്ട് ഡീൽ ചെയ്തിട്ടില്ലെങ്കിൽ, അഡ്രസ്സ് ചെയ്ത് അതിനെ ഹീൽ ചെയ്യാതെയാണ് ഈ മക്കൾക്ക് ജന്മം കൊടുത്ത് അവരെ വളർത്തുന്നതെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ എഫക്റ്റ് മക്കളിലേക്ക് വരാം. കാരണം ഈ മക്കള് ഏറ്റവും കൂടുതൽ അറ്റാച്ച്ഡ് ആയിട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതൊക്കെ അമ്മയും അപ്പനുമായിട്ടാണല്ലോ. അതിലേക്ക് വരാനുള്ള സാധ്യത കൂടുതലുണ്ട്. ഫാമിലി കൗൺസിലിങ്ങിന് തീർച്ചയായിട്ടും ഇമ്പോർട്ടൻസ് ഉണ്ട്. കപ്പിൾ കൗൺസിലിങ്ങിന് ഇതിനകത്ത് ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പം തന്നെ ഇൻഡിവിജ്വൽ കൗൺസിലിങ്ങിനും ഉണ്ട്. അതുപോലെ തന്നെ ഇതുപോലുള്ള ഈ സംസാരങ്ങൾ, വീഡിയോസ്, അവയർനെസ്, ആൾക്കാർക്ക് അറിവ് എത്തിച്ചു കൊടുക്കുക, ഇതിനെപ്പറ്റി തെറ്റിദ്ധാരണകൾ മാറ്റുക, നിങ്ങൾക്ക് സഹായത്തിനുള്ള പല ഫെസിലിറ്റീസ് ഇവിടെ ഉണ്ടെന്നുള്ള കാര്യം അറിയിക്കുക. ഇതൊക്കെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ ഹോർമോണൽ ഇംബാലൻസസ് എത്രത്തോളം ഈ ഇതുപോലുള്ള സൈഡ് എഫക്ട്സ് കൊണ്ടുവരുന്നു? നമ്മുടെ ബ്രെയിനിനകത്ത് പലതരം കെമിക്കൽസ് വർക്ക് ചെയ്യുന്നത് കൊണ്ടാണ് പല രീതിയിലുള്ള തോട്ട്സ് ഉണ്ടാകുന്നത്. സയന്റിഫിക്കലി പറഞ്ഞാൽ ഒരു സാധാരണ ആരോഗ്യമുള്ള മനുഷ്യന് ഒരു ദിവസം 45,000 to 60,000 തോട്ട്സ് ഉണ്ടാകുന്നതാണ്. അതിനകത്തൊരു 80% പാസ്റ്റ് ആണ് ചിന്തിക്കുന്നത്. ആ 80% നെഗറ്റീവാണ് തിങ്ക് ചെയ്യുന്നത്. ഈ തോട്ട്സ് എല്ലാം ഉണ്ടാകാനായിട്ടുള്ള റീസൺ എന്ന് പറഞ്ഞാൽ ബ്രെയിനിൽ ഉണ്ടാകുന്ന കെമിക്കൽ ചേഞ്ചസ് ആണ്. കെമിക്കൽ ചേഞ്ചസ് ഓക്കെയാണ്, കെമിക്കൽ ഇംബാലൻസസ് അത് പല പ്രശ്നങ്ങളിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്ക് ഹാപ്പി ഹോർമോൺസ് നമുക്കറിയാലോ, ഡോപ്പോമിൻ, എൻഡോർഫിൻ, ഓക്സിറ്റോക്സിൻ, ഇങ്ങനെയുള്ള മുതലായ ഹാപ്പി ഹോർമോൺസ്. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ, ഈ സാഡ് സിറ്റുവേഷൻ കൊണ്ടുവരുന്ന ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സാഹചര്യം, അതിനുള്ള അനുകൂല സാഹചര്യങ്ങളെ മാറ്റി
ആവശ്യത്തിന് വെള്ളം കുടിക്കുക, പ്രോപ്പർ എക്സസൈസ് ചെയ്യുക, ഹെൽത്തി ഫുഡ് കഴിക്കുക, ടോക്സിക് ആയിട്ടുള്ള ഫ്രണ്ട്സിനെ പതുക്കെ അവോയ്ഡ് ചെയ്തിട്ട് ഹെൽത്തി ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കുക. വീട്ടിലാണേലും മറ്റുള്ളവരുടെ കുറ്റം പറയുക, വല്ലവരുടെയും നെഗറ്റീവ് പറയുക, അതിന് പകരം ഹെൽത്തി ടോക്സ് ഉണ്ടാക്കുക, ഫ്യൂച്ചറിനെ പറ്റി സംസാരിക്കുക, കഴിഞ്ഞുപോയ പരാജയങ്ങളെ അങ്ങ് മറന്നേക്കുക, എന്നിട്ട് ആ പരാജയത്തിൽ നിന്നുള്ള പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ഇത് സംസാരിക്കുക. പിന്നെ ഏറ്റവും പ്രധാനമായിട്ട് വേണ്ട നല്ല കമ്മ്യൂണിക്കേഷനാണ്. അപ്പനും മക്കളും, അമ്മയും മക്കളും, ഇനിയും ഭാര്യയും ഭർത്താവും തമ്മിൽ. ഞാനിങ്ങനെ പറയാറുണ്ട്, വീടുകളിലൊക്കെ ഏറ്റവും നല്ല കമ്മ്യൂണിക്കേഷൻ പറ്റിയ സമയം നമ്മൾ ഒരുമിച്ച് ആഹാരം കഴിക്കുന്ന സമയം. പിന്നെ നമ്മുടെ നാട്ടിലൊക്കെ മിക്ക വീടുകളിലും അവരവരുടേതായ വിശ്വാസം അനുസരിച്ചുള്ള പ്രാർത്ഥനകളുണ്ടല്ലോ. ആ പ്രാർത്ഥനയിൽ എല്ലാവരും കൂടെ ഒന്ന് ഒരുമിച്ച് വരാനായിട്ട് ശ്രമിക്കുക. ഒരു ദിവസം 3 നേരം 4 നേരം ഭക്ഷണം കഴിക്കുന്നവരെ നമ്മൾ അറ്റ്ലീസ്റ്റ് ഒരു നേരമെങ്കിലും എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് കഴിക്കുക. ആ കഴിക്കുന്ന സമയം മറ്റുള്ളവരുടെ കുറ്റമോ ഒരു നെഗറ്റീവോ പറയുന്നതിന് പകരം നല്ല തമാശകൾ പറയുക, ആ കുടുംബത്തിന്റെ ഭാവിയെപ്പറ്റി, ഫ്യൂച്ചറിനെ പറ്റി എക്സൈറ്റിംഗ് കാര്യങ്ങൾ സംസാരിക്കുക, കഴിഞ്ഞുപോയ നെഗറ്റീവ്സ് അവോയ്ഡ് ചെയ്യുക. ഇങ്ങനൊക്കെ ഒരു ഹെൽത്തി കമ്മ്യൂണിക്കേഷൻ റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ നമ്മൾ ഈ ഒറ്റയ്ക്ക് പ്രശ്നങ്ങൾ കൊണ്ട് നടക്കാതെ വീട്ടിൽ വന്ന് പറയും, എനിക്ക് ഇങ്ങനൊരു ഇഷ്യൂ ഉണ്ട് കേട്ടോ എന്ന് പറയും. അതിനകത്ത് മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ട വളരെ ഒരു കാര്യം, ഈ ടീനേജിൽ പഠനങ്ങൾ പറയുന്നുണ്ട് ഏജ് ബിറ്റ്വീൻ 14 and 29 ഇതിനകത്ത് രണ്ടാമത്തെ ഏറ്റവും വലിയ മരണ കാരണം സൂയിസൈഡാണ്. സൂയിസൈഡിൽ കൂടിയാണ് മരണം ഉണ്ടാകുന്നത് രണ്ടാമത്തെ. അതിന് റീസൺ എന്ന് വെച്ചാൽ പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ ഇല്ലാത്തതുകൊണ്ടാണ്. വേറൊരു കാര്യം കൂടെ, ഒരു ഇൻഫർമേഷൻ കൂടെ എനിക്ക് പറയാനുള്ള, ഇന്ത്യയിൽ നമ്മൾ നോക്കിയാൽ സൂയിസൈഡൽ ടെൻഡൻസി സ്ത്രീകളിലാണുള്ളത് കൂടുതൽ, പക്ഷെ സൂയിസൈഡ് നടക്കുന്നത് ആണുങ്ങളാണ്. അതിന്റെ റീസൺ സുബിലാല് ചിന്തിച്ചിട്ടുണ്ടോ? ഈ ഒറ്റ വാക്കി പറഞ്ഞാൽ ആണുങ്ങളുടെ ഒരു മേനിഷ് എന്ന് പറയുന്ന ഒരു ഈഗോ ഉണ്ടല്ലോ. ഈ ഈഗോ അവരുടെ പ്രശ്നം മറ്റുള്ളവരിലേക്ക് തുറന്നു പറയാനായിട്ട് അവരെ തടസ്സപ്പെടുത്തും. അവനത് സ്വന്തമായിട്ട് കൊണ്ട് നടന്ന് അവൻ്റെ ഉള്ളിൽ വേറൊരു വഴിയില്ല, വിങ്ങി പൊട്ടുന്ന ഒരു സമയത്ത് അവൻ പോയി ആക്ഷനിലേക്ക് പോകും, സൂയിസൈഡ്. അതേസമയം സ്ത്രീകൾ അങ്ങനെയല്ല. സ്ത്രീകൾ അവരുടെ കാര്യങ്ങൾ പുരുഷന്മാരെക്കാളും കൂടുതൽ സംസാരിക്കുന്ന സ്ത്രീകളാണെന്നാണല്ലോ പറയുന്നത്. ആ സ്ത്രീകൾ അവരുടെ ആ ഉള്ളിലെ വികാരം മറ്റുള്ളവരിലേക്ക് പറയും. ഒന്നി ഭർത്താവിനോടോ കൂട്ടുകാരോ അയൽക്കാരോടോ ഒക്കെ പറയുമ്പോഴത്തേന് എന്ത് പറ്റും, അവരുടെ ഉള്ളിലുള്ള ആ ഒരു നെഗറ്റീവ് വികാരം ഡൈല്യൂട്ടായി അവർ ആ സൂയിസൈഡ് എന്ന ആക്ഷനിലേക്ക് പോകാതെ അവിടെ കൊണ്ട് ഡൈല്യൂട്ടായി അവിടെ കൊണ്ട് എങ്ങനെയൊക്കെയോ അതൊന്ന് പരിഹരിക്കും. പഠനങ്ങൾ നോക്കിയാൽ മനസ്സിലാവും, സ്ത്രീകളിലാണ് ടെൻഡൻസി കൂടുതൽ, പക്ഷെ മരണം കൂടുതൽ സംഭവിക്കുന്നത് ആണുങ്ങളിലാണ്. ശരിക്കും ഈ ഹോർമോണൽ ചേഞ്ചസ് ഒക്കെ നമുക്ക് ഈ ഗുഡ് ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്യുന്നതിൽ കുറെ കൺട്രോൾ ചെയ്യാൻ പറ്റൂലേ? തീർച്ചയായിട്ടും. നമ്മൾ കഴിക്കുന്ന ആഹാരം ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ആ ആഹാരത്തിൽ കൂടെയാണല്ലോ നമുക്ക് വേണ്ട ധാതുക്കൾ, മിനറൽസും വിറ്റമിൻസും പ്രോട്ടീൻസും ഒക്കെ ഉണ്ടാകുന്നത്. അപ്പം നല്ല നല്ല ആഹാരങ്ങൾ കഴിക്കുക, നല്ല സ്വഭാവങ്ങൾ കൊണ്ടുവരിക. മുമ്പേ പറഞ്ഞ പോലെ തന്നെ വ്യായാമം, ആവശ്യത്തിനുള്ള വെള്ളം, നല്ല ഫ്രണ്ട്ഷിപ്പ്, നല്ല ആൾക്കാർ, അവരുമായിട്ടുള്ള സംസർഗം, ഇതൊക്കെയാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. ഈ നല്ല കൂട്ടുകാര് കൂട്ടുകൂടി കള്ളു കുടിച്ച് കുറെ നാൾ കഴിഞ്ഞ് മദ്യപാനത്തിന് അഡിക്റ്റായി അതുമൂലം ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കുന്ന ഒരു സമൂഹം, അവർക്ക് വിളിക്കാൻ കൂടെയുള്ളത് ഇതേ പഴയ കൂട്ടുകാർ. അവരെ വിളിക്കുമ്പോൾ വീണ്ടും മദ്യപാനത്തിലേക്ക് പോകുന്നു, അത് വീണ്ടും റിഗ്രറ്റും ഡിപ്രഷനിലേക്കും വരുന്നു. ഇങ്ങനെ ഒരു ലൂപ്പ് ഒരുപാട് നടക്കുന്നില്ലേ? അതെ, ഒരു പ്രധാനപ്പെട്ട കാര്യം പറയേണ്ടത്, നമ്മൾ ഈ ആത്മഹത്യയുടെ റീസൺസും പറഞ്ഞല്ലോ, അതിനകത്ത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് മദ്യപാനം, സബ്സ്റ്റൻസ് അബ്യൂസ്, ലഹരി മരുന്ന് ഉപയോഗം. ഈ മദ്യപിക്കുമ്പോൾ, ലഹരി മരുന്ന് ഉപയോഗിക്കുമ്പോൾ നമ്മുടെ മാനസികാവസ്ഥ വേറൊരാവും. എഗെയിൻ നമ്മൾക്ക് വേണ്ടാത്ത ഒരു കെമിക്കൽ നമ്മുടെ ബ്രെയിനിലേക്ക് നമ്മൾ കൊടുക്കുകയാണ്. ആ സമയത്ത് നമുക്ക് ഒരു വലിയൊരു ധൈര്യം വരാൻ, ചിലർക്ക് ഭയങ്കര അവശത തോന്നിയേക്കാം. ചിലര് കുറെ നാളായിട്ട് ചിന്തിച്ചുകൊണ്ട് വെച്ചിരുന്ന കാര്യം ചിലപ്പോൾ സൂയിസൈഡ് ചെയ്യാനുള്ള പേടി കൊണ്ടായിരിക്കും ചെയ്യാറുന്നത്. അന്നൊരു പ്രത്യേക ധൈര്യം വരുന്നു, അവർ സൂയിസൈഡിലേക്ക് പോകുന്നു. സൂയിസൈഡിന്റെ ഹിസ്റ്ററി എടുത്ത് നോക്കിയാൽ അറൗണ്ട് 50% ആൾക്കാരും സൂയിസൈഡ് ചെയ്തിട്ടുള്ളവരിൽ മദ്യത്തിന്റെ അംശം അല്ലെങ്കിൽ ലഹരി മരുന്നിന്റെ അംശം കണ്ടിട്ടുണ്ട്. അപ്പൊ ഈ ലഹരി മരുന്ന് ഉപയോഗം, മദ്യപാനം ആത്മഹത്യയിലേക്ക് നയിക്കാനായിട്ടുള്ള ഒരു വലിയ ഹൈവേ ആണ്. അത് ഉപയോഗിക്കുന്നവർ വളരെ സൂക്ഷിക്കുക. നിങ്ങളിൽ ആ പ്രവണത കൂടാം. ഒരുപക്ഷെ നിങ്ങൾ ആ ലഹരിയിലല്ലാത്തപ്പോൾ ആ തോട്ടില്ലായിരിക്കാം, ഇത് ഉപയോഗിക്കുമ്പോഴായിരിക്കാം ഈ തോട്ട് വരുന്നത്. അതുകൊണ്ട് അതൊരു വളരെ മോശം കാര്യമാണ്. നിങ്ങൾക്ക് സ്ഥിരമായിട്ട് മദ്യപിക്കുന്ന സുഹൃത്തുക്കളാണെങ്കിൽ അവരിൽ നിന്ന് എത്ര വലിയ ഉപകാരം ഉണ്ടായാലും പതുക്കെ ഒന്നിയിൽ അവരെ ഒന്ന് നന്നാക്കാൻ ശ്രമിക്കുക. പറ്റുന്നില്ലെങ്കിൽ ഒന്ന് പതുക്കെ ഒന്ന് സ്റ്റെപ്പ് ഡൗൺ, അല്ലെങ്കിൽ ഒന്ന് പതുക്കെ ഒന്ന് സൈഡ് ഒന്ന് വലിഞ്ഞു നിൽക്കുന്നത് നല്ലതാണ്. കാരണം അവരെത്ര നല്ല കൂട്ടുകാരാണ്. ഒരുപക്ഷെ നിങ്ങളായിരിക്കും ആദ്യമായിട്ട് ആ കൂട്ടത്തിൽ ആത്മഹത്യ ചെയ്യാൻ പോകുന്നയാള്. എന്തിനും നമ്മുടെ ജീവിതം നശിപ്പിക്കണം? ഇത്രയും നല്ലൊരു ബ്യൂട്ടിഫുൾ ലൈഫ്. ഈ മദ്യപാനം വലിയൊരു വിപത്താണ്.
എങ്ങനെ മദ്യപാനം നിർത്താം എന്നതിനെക്കുറിച്ച് വളരെ ഡീറ്റെയിൽഡ് ആയിട്ടൊരു മറ്റൊരു പോഡ്കാസ്റ്റ് വരുന്നുണ്ടായിരിക്കും. സ്റ്റേ ട്യൂൺഡ്. ഇനി മറ്റൊരു കാര്യം, ഈ ഫിനാൻഷ്യൽ ഫെയിലിയർ പല ആൾക്കാരെയും ഒരു സ്പോണ്ടേനിയസ് ആയിട്ടുള്ള ഒരു ഡിസിഷനിലേക്ക് കൊണ്ടെത്തിക്കാറുണ്ട്. ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു കുടുംബത്തോടെ ആത്മഹത്യ ചെയ്തു എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ ഫെയിലിയേഴ്സ് വരുമ്പോഴാണ്. ഇവിടെ നമുക്ക് ശരിക്കും നമ്മൾ എത്ര അവരെ മോട്ടിവേറ്റ് ചെയ്യാൻ ശ്രമിച്ചാലും അവരുടെ മുന്നിൽ കാണുന്നത് ഞാൻ ഫെയിലായി, എനിക്ക് ഇത്ര കടമുണ്ട്, ഇതുവരെ നമ്മൾ നേടിയതെല്ലാം നഷ്ടപ്പെട്ടു, ഈ കടം ഞാൻ എങ്ങനെ വീട്ടും, ജീവിതകാലം മുഴുവൻ പണിയെടുത്താലും വീട്ടാൻ സാധിക്കില്ലല്ലോ, അതിനേക്കാൾ നല്ലത് ആത്മഹത്യയാണ് എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്ന ആ ഒരു ചിന്തയെ എങ്ങനെ അതിജീവിക്കാൻ പറ്റും? ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ അവർ ബിലീഫ് സിസ്റ്റം. പിന്നെ നമ്മുടെ രാജ്യത്തിൻ്റെ നിയമസംഹിത, നമ്മുടെ ലോ ആൻഡ് റെഗുലേഷൻ, റൂൾസ് ആൻഡ് റെഗുലേഷൻസിൻ്റെ ആ ഒരു കാര്യങ്ങളൊക്കെ. നമ്മളെക്കാട്ടിലും വലിയ വലിയ കടമുള്ള ആൾക്കാർ ഞാൻ ഇംഗ്ലണ്ടിൽ പഠിച്ചപ്പോൾ അവിടെയുണ്ട്. പക്ഷെ അവർ ഭയങ്കര കൂളാണ്. ഒരു പക്ഷേ അവരുടെ ആഫ്റ്റർ 60 അവരുടെ റിട്ടയർമെന്റ് ഗവൺമെന്റ് ടേക്ക് കെയർ ചെയ്യുമായിരിക്കും, അവർക്ക് പെൻഷൻ കിട്ടും എന്നുള്ളത്. പക്ഷെ നമ്മുടെ നാട്ടിൽ ആ ഒരു ഗവൺമെന്റ് നമ്മുടെ നാട്ടിലുള്ള എല്ലാവരെയും ടേക്ക് കെയർ ചെയ്യാനായിട്ട് പറ്റുന്നില്ല. അപ്പം ഫൈനാൻഷ്യൽ ഒരു ബേർഡൻ വരുമ്പം, ഫൈനാൻഷ്യൽ ഒരു വലിയൊരു കടത്തിലേക്ക് അവർ പോകുമ്പം, മുമ്പേ പറഞ്ഞല്ലോ കുടുംബമായിട്ട് ആത്മഹത്യ ചെയ്യുന്നു എന്ന്. ഒരിക്കലും കുടുംബമായിട്ട് ആത്മഹത്യ അല്ല. ശരിക്കും ആ അപ്പനും അമ്മയും 2 മക്കളും ഉണ്ടെന്നിരിക്കട്ടെ, ഒരിക്കലും ആ ടീനേജ് ആയിട്ടുള്ളൊരു കുഞ്ഞ് ആത്മഹത്യയിലേക്കല്ല പോകുന്നത്, അല്ലെങ്കിൽ 5 വയസ്സുള്ളൊരു കുഞ്ഞ് ആത്മഹത്യയല്ല. ഈ അപ്പൻ അല്ലെ അമ്മ ഈ 2 മക്കളെ കൊന്നിട്ട് ആയിരിക്കും അവര് ആത്മഹത്യ ചെയ്യുന്നത്. എന്തൊരു ദയാനകമായിട്ടുള്ള അല്ലേ ഒരവസ്ഥയാണത്. അതൊക്കെ വീണ്ടും അങ്ങനെ ഒരു ഫൈനാൻഷ്യൽ പ്രശ്നമുള്ള ആള് ചെയ്യേണ്ടത് എന്നാന്ന് ചോദിച്ചാൽ, ഒരു വെൽത്ത് എക്സ്പേർട്ടിനെ അല്ലെങ്കിൽ ഫൈനാൻഷ്യൽ അഡ്വൈസറെ പോയി കാണണം. എന്നിട്ട് അവരുടെ ഈ ഫൈനാൻഷ്യൽ കാര്യങ്ങൾ തുറന്നു പറയണം. അവരതിനുള്ള പരിഹാരം ഉണ്ടാക്കി കൊടുക്കും. അതിനുള്ള ഫെസിലിറ്റി നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഇഷ്ടംപോലെ അവൈലബിൾ ആണ്. അപ്പം എൻ്റെ ഇൻകം, എൻ്റെ എക്സ്പെൻഡിച്ചർ, എൻ്റെ ലയബിലിറ്റി, പിന്നെ എനിക്കുള്ള അസറ്റ്സ്, ഇതെല്ലാം കൂടെ അദ്ദേഹത്തിൻ്റെ ഫ്രണ്ടിൽ തുറന്നു കാണിക്കുമ്പോഴത്തേക്കിന് അദ്ദേഹം അതിനുള്ളൊരു സൊല്യൂഷൻ നമുക്ക് പറഞ്ഞു തരും. ഞാനിങ്ങനെ പറയാറുണ്ട്, 2 + 2 = 4 എന്ന് പറഞ്ഞാൽ ഈക്വലിൻ്റെ അപ്പുറവും ഇപ്പുറവും ഒരുപോലെ എന്ന് പറഞ്ഞ പോലെയാണ്. പ്രോബ്ലം ഈക്വൽ, ദർ ഇസ് എ സൊല്യൂഷൻ. ഏത് പ്രശ്നത്തിനും പരിഹാരമുണ്ട്. നമ്മുടെ പ്രശ്നത്തിന് നമുക്ക് ഒറ്റയ്ക്ക് പരിഹാരം പറ്റുന്നില്ല. അതിന് പരിഹാരം ഉണ്ടാക്കി തരാൻ പറ്റുന്ന എക്സ്പേർട്സ് നമ്മുടെ സൊസൈറ്റിയിലുണ്ട്. അവരെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട. റീസെന്റ് നമ്മൾ ചെയ്ത ഒരു പോഡ്കാസ്റ്റും ഇത് തന്നെയായിരുന്നു, വെൽത്ത് മാനേജ്മെന്റ് ആണ്. അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് ഒരാളുടെ ലൈഫിന്റെ ഫ്യൂച്ചർ എന്ന് പറയുന്നത് ഒരു ട്രോമ സിറ്റുവേഷനിൽ വരുമ്പോഴാണല്ലോ ഈ ജീവിതം അവസാനിപ്പിക്കാമെന്നൊരു ചിന്തയിലേക്ക് വരുന്നത്. പലപ്പോഴും ഞാൻ മറ്റൊരു കാര്യം ചോദിക്കട്ടെ, ഈ ലവ് ഫെയിലിയേഴ്സ് ഒരുപാട് ആത്മഹത്യകളിലേക്ക് പോകുന്നില്ലേ? ഉണ്ട്. അങ്ങനത്തെ ഇഷ്ടംപോലെ കേസസ് നമുക്ക് റിക്കമെൻഡ്സ് വരാറുണ്ട്. ഈ സ്നേഹം അന്ധമാണെന്നൊക്കെ ഉള്ള ഓരോ പറച്ചിലുണ്ട്, ലവ് ഈസ് ബ്ലൈൻഡ് എന്നൊക്കെ. ഇത് കൂടുതലും കാണുന്ന ടീനേജിലാണ് കേട്ടോ. ടീനേജ്, ഏർലി 20s ഇതിനകത്തൊക്കെയാണ് കൂടുതലും കാണുന്നത്. ഒരു 40 ഒക്കെ കഴിയുമ്പോഴത്തേനും മനസ്സിലാവും ഇത്രയ്ക്ക് ഉള്ളൂ എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാവും അല്ലേ. ഈ ലവ് ഫെയിലിയർ ഉണ്ടായിട്ടുള്ള ആത്മഹത്യയൊക്കെ ആ ഒരു ഏജിലാണ് കൂടുതലും കാണുന്നത്. നമുക്ക് എന്താ പറ്റുന്നതെന്ന് ചോദിച്ചാൽ, നമ്മളിപ്പോൾ ഒരു പെണ്ണിനെ കാണുന്നു, ആളിന് ഇഷ്ടം തോന്നുന്നു, എൻ്റെ ഇഷ്ടം തുറന്നു പറയുന്നു, ആൾക്ക് ഇങ്ങോട്ടും ഇഷ്ടം ഉണ്ടാകുന്നു, നമ്മൾ കുറേ നാൾ ഒരുമിച്ച് ഏറ്റവും ഇഷ്ടമുള്ള കാര്യങ്ങൾ മാത്രം ചെയ്യുന്നു. ഞാൻ എന്നെ ഏറ്റവും ബെസ്റ്റായിട്ടാണ് ആ പെണ്ണിലേക്ക് പ്രസന്റ് ചെയ്യത്തുള്ളൂ. എൻ്റെ നെഗറ്റീവ്സ് എല്ലാം ഞാൻ മൂടി വെക്കും. ആൾ ഇങ്ങോട്ട് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇമ്പ്രസ് ചെയ്യാനായിട്ടുള്ളൊരു പോക്കാണത്. ഇതെല്ലാം പോയി ആ സമയത്തൊക്കെ നമ്മുടെ ഈ ഡോപ്പോമിനൊക്കെ ഭയങ്കര ഹൈ ആണ്. പക്ഷെ ഇതിങ്ങനെ ഹൈ ആയിട്ട് നിൽക്കുന്നതിന് ഒരു പരിധിയുണ്ട്. 6 മാസം കഴിയുമ്പോൾ, അല്ലെങ്കിൽ ചില മാസങ്ങൾ വർഷങ്ങൾ കഴിയുമ്പോൾ ഈ സാധനം താഴോട്ട് വരുമ്പം റിയാലിറ്റി ഹിറ്റ് ചെയ്യാൻ തുടങ്ങും. ചിലപ്പോൾ ആ പെണ്ണിനെ എന്നെക്കാട്ടിലും നല്ല ഒരാളിനെ കാണുമ്പോൾ ഇച്ചിരി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യമ്പോൾ, അല്ലെ എല്ലാവർക്കും പുതുമയാണല്ലോ വേണ്ടിയേ, ആളുടെ ഇരിക്കലേക്ക് പോയി കാണും. കാരണം ഇത് ലീഗലി മാരീഡൊന്നും അല്ലല്ലോ, ഒരു ഇമോഷണൽ കണക്ഷൻ അല്ലേ. അപ്പം നമ്മുടെ ഇപ്പോഴത്തെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു തേപ്പ് കിട്ടി. ഈ തേപ്പ് കിട്ടിയ ആളുടെ ചിന്ത, ഈ ലോകത്തിൽ എനിക്ക് സ്നേഹിക്കാൻ ഇദ്ദേഹത്തെ മാത്രമേ ഒക്കത്തുള്ളൂ, ഇദ്ദേഹം ഇല്ലാതെ ഇനി എനിക്ക് ജീവിക്കാൻ പറ്റത്തില്ല. അപ്പം തന്നെ ഓർക്കണം, നമ്മൾ ജീവിക്കുന്ന ഈ ഭൂമിയിൽ, മനോഹര ഭൂമിയിൽ 140 കോടി ജനങ്ങളാണ് ഇന്ത്യ തന്നെ ഉള്ളത്. 800 കോടി ജനങ്ങൾക്ക് മുകളിൽ ഈ ഭൂമിയിലുണ്ട്. അതിലൊരാൾ മാത്രമാണ് നമ്മളെ ഇഷ്ടപ്പെടാതെ പോയിരിക്കുന്നത്. വേറെ തുറന്നു കിടക്കുകയാണ് ഇവിടെ. അപ്പൊ ആ ഒരു അറിവ് നമ്മളിലേക്ക് ഉണ്ടാകുക എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ ചേട്ടാ, നമ്മളെ ഒരാൾ ഇഷ്ടമില്ലെന്ന് പറഞ്ഞതുകൊണ്ടോ, നമ്മളെ ഒരാൾ തേച്ചിട്ട് പോയത് കൊണ്ടോ നമ്മളെന്തിന്റെ ജീവിതം അവസാനിപ്പിക്കണം? നമ്മളെന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ, എൻ്റെ അതിനുള്ളൊരു റെമഡി, നമ്മൾ അങ്ങോട്ടുള്ള ആ നോട്ടം മാറ്റിയിട്ട് നമ്മളിലേക്ക് നോക്കുക. നമ്മളിലുള്ള സ്ട്രെങ്തും വീക്ക്നെസ്സും കണ്ടുപിടിക്കുക. സ്ട്രെങ്ത് കൂട്ടുക, വീക്ക്നെസ്സെ വർക്കൗട്ട് ചെയ്യുക. എന്നിട്ട് നമ്മൾ
ദ ബെസ്റ്റ് വേർഷൻ ഓഫ് അവർ സെൽസ് ആകുക. ഏറ്റവും നല്ല ഒരു വേർഷൻ. അത് സൈലന്റ്ലി ചെയ്താൽ മതി, നമ്മൾ നാട്ടുകാരെല്ലാം അറിയിക്കണ്ട. എന്നിട്ട് ഒരു വരവാ, ഒരു പക്ഷേ നമ്മളെ ഇട്ടിട്ട് പോയ ആൾക്കാരെ പിന്നീട് റിഗ്രറ്റ് ചെയ്യും. അദ്ദേഹത്തെ വിട്ടിട്ട് പോകണ്ടായിരുന്നല്ലോ, ആത്മഹത്യക്കാൾ നല്ലതല്ലേ. ഓക്കെ, ഞാൻ ഇനി ഈ അടുത്ത് സംഭവിച്ച EY എന്ന് പറയുന്ന കമ്പനിയിൽ ഒരു അന്ന എന്ന് പറയുന്ന ഒരു കുട്ടി വർക്ക് സ്ട്രെസ് മൂലം മരിച്ചു എന്നൊരു വാർത്ത ഒരു പക്ഷേ കേട്ട് കാണും. ഒരുപാട് സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആയിരുന്നു അത്. ഒരുപാട് മീഡിയ ടേക്ക് കെയർ ചെയ്തത്. ഐ മീൻ EYയിലെ വർക്ക് സ്ട്രെസ് കാരണം ഒരു പെൺകുട്ടി മരിച്ചു എന്നാണ് പറയുന്നത്. ഞാനത് വായിക്കുന്ന സമയത്ത് സ്വാഭാവികമായും അതുപോലുള്ള ഒരു കോർപ്പറേറ്റ് കമ്പനിയിൽ ഈ വർക്ക് സ്ട്രെസ് കോമൺ ആണ്, എവറി ഡേ അതുണ്ടായിരിക്കും. പക്ഷേ ഈ കുട്ടി ഈ വർക്ക് സ്ട്രെസ് തന്നെ ബാധിക്കുന്നു എന്നറിയാതെയോ അല്ലെങ്കിൽ അത് അറിഞ്ഞിട്ടും അതിനെ അവഗണിച്ചുകൊണ്ടോ ഒരു മരണത്തിലേക്ക് നടന്നെടുത്തു എന്നാണ് എനിക്ക് തോന്നിയത്. പലപ്പോഴും നമ്മൾ നമ്മുടെ ലൈഫിൽ നമുക്കറിയാം ഈ സ്ട്രെസ് നമുക്ക് താങ്ങാൻ സാധിക്കുന്നില്ല, ലെറ്റ് ഇറ്റ് ബി എനി സോർട്ട് ഓഫ് സ്ട്രെസ്. പക്ഷെ നമ്മൾ അതിനെ അവഗണിച്ചുകൊണ്ട് നമ്മുടെ വിൽ പവർ വെച്ച് മുന്നോട്ട് പോയി ഒരു മൊമെന്റ് എത്തുമ്പോൾ വി ആർ ആക്ച്വലി നോട്ട് കമ്മിറ്റിംഗ് സൂയിസൈഡ്, ബട്ട് വി ആർ വാക്കിംഗ് ടുവേർഡ്സ് ദ ഏർലി ഡെത്ത്. ഇങ്ങനെയുള്ള സിറ്റുവേഷൻസിനെ നമുക്ക് എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യാൻ പറ്റുക? രണ്ട് രീതിയിലുള്ള മരണങ്ങളെ പറ്റിയാണ് ഇപ്പം സുബ്രാല് പറഞ്ഞത്. ഒന്ന്, ആ സ്ട്രെസ് മുഖാന്തരം അയാൾ തന്നെ അയാളുടെ ജീവിതം അവസാനിപ്പിക്കുന്നു. രണ്ട്, ആ സ്ട്രെസ് മുഖാന്തരം ഉണ്ടാകുന്ന അസുഖങ്ങൾ മൂലം ആൾ മരണപ്പെടുന്നു. കഴിഞ്ഞ ദിവസം നമ്മൾ ഒരു പത്രത്തിൽ വായിച്ചു, സ്ട്രെസ് കാരണം ഹാർട്ട് അറ്റാക്ക് ഉണ്ടായി മരിച്ചു. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. നമ്മളിപ്പം ജോലി ചെയ്യുന്ന ആ സ്ഥാപനം ലക്ഷക്കണക്കിന് ലോകത്തിലുള്ള കമ്പനികളിൽ ഒരു കമ്പനി മാത്രമാണ്. അപ്പം നമ്മുടെ ഇപ്പോഴത്തെ മാനസിക ആരോഗ്യം വെച്ചിട്ട് അവിടുത്തെ ആ സ്ട്രെസ് നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ലെന്നുണ്ടെങ്കിൽ രണ്ട് വഴികളാണുള്ളത്. ഒന്നുകിൽ നമ്മുടെ മാനസിക ആരോഗ്യം വർദ്ധിപ്പിക്കുക. മനസ്സിലായോ? നമ്മളിപ്പം വർക്കൗട്ടിന് ജിമ്മിൽ പോകുന്ന ആദ്യ സമയങ്ങളിൽ നമുക്ക് ഒരു 20 കിലോയെ ലിഫ്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. പക്ഷേ അത് നമ്മൾ ലിഫ്റ്റ് ചെയ്ത് അത് 25 30 ഒരു 3 മാസം കഴിയുമ്പോൾ നമുക്കൊരു 100 കിലോ വരെ എടുക്കാൻ പറ്റും. എങ്ങനെ? പതുക്കെ ആരോഗ്യം കൂട്ടുകയാണ്, മസിൽ ഡെവലപ്പ് ചെയ്ത് ആരോഗ്യം കൂട്ടുകയാണ്. എന്ന് പറഞ്ഞതുപോലെ തന്നെ ഈ ജോലിയും ഈ മാനസികാരോഗ്യം ഡെവലപ്പ് ചെയ്യുന്നതും കൂടെ ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റുമോ എന്ന് ശ്രമിക്കുക. ഇല്ലെന്നുണ്ടെങ്കിൽ ഒട്ടും വിഷമിക്കണ്ട. വീട്ടിൽ ഒത്തിരി ഉത്തരവാദിത്തങ്ങളൊക്കെ കാണുമായിരിക്കാം, എങ്കിലും ഒരു 2 monthsോ 3 monthsോ ഒരു ബ്രേക്ക് എടുക്കുക. നിങ്ങൾക്ക് ഒരിക്കലും ഇനി ഈ ജോലി പോയാൽ വേറെ ലോകത്ത് ജോലി ഇല്ലെന്നുള്ള തെറ്റിദ്ധാരണ വേണ്ട. നിങ്ങൾക്ക് പറ്റും. ആ ഒരു ബ്രേക്ക് എടുത്തിട്ട് ഈ കാര്യം, നമ്മുടെ മാനസിക ആരോഗ്യം, ഇതുപോലുള്ള സ്ട്രെസ് വന്നാൽ ഇതിനെ നേരിടാനുള്ള മനസ്സിന്റെ കരുത്ത് കൂട്ടാൻ ഒരു എക്സ്പെർട്ടിന്റെ സഹായം, വീണ്ടും ഒരു സൈക്കോളജിസ്റ്റിന്റെയോ ഒരു ലൈഫ് കോച്ചിന്റെയോ സഹായം തേടിയിട്ട് അതിൻ്റെ ആരോഗ്യം കൂട്ടുക. ഇതിനെക്കാട്ടിലും ഒരു പക്ഷേ അത് കഴിഞ്ഞാൽ ഇപ്പോൾ ഉണ്ടായ സ്ട്രെസ് ഒരു 5 കിലോ വന്നിരിക്കട്ടെ, ഈ ഒരു 3 മാസത്തെ 2 മാസത്തെ ബ്രേക്ക് എടുത്ത് മാനസികാരോഗ്യം കൂട്ടിയാൽ ഒരു 25 കിലോ സ്ട്രെസ്സും ഇയാൾക്ക് സുഖമായിട്ട് താങ്ങാനായിട്ട് പറ്റും. അപ്പം സ്ട്രെസ്സിനകത്ത് ജീവിക്കില്ല. ഈ സ്ട്രെസ് നല്ലതാണ്, പക്ഷേ സ്ട്രെസ് മാനേജ്മെന്റ് എന്നാണ് പറയുന്നത്. സ്ട്രെസ് ഉണ്ടായിരിക്കണം. ഈ ആങ്കർ പോലെ തന്നെയാണ്. ഞങ്ങളുടെ ഇരിക്കെ വരുന്ന കഴിഞ്ഞ ദിവസം എന്നോടൊരാൾ പറഞ്ഞു, ജോബ്, ഈ ആങ്കർ മാനേജ്മെന്റിനെ പറ്റിയും സ്ട്രെസ് മാനേജ്മെന്റിനെ പറ്റിയും നിങ്ങളൊരു വീഡിയോ ഇറക്കണം. കാരണം ഇത് രണ്ടും ഒത്തിരി പ്രശ്നങ്ങളാണ്. നമുക്ക് ഇൻഫോ പാർക്കിൽ നിന്നും സ്മാർട്ട് സിറ്റിയിൽ നിന്നുള്ള കുറേ ആൾക്കാർ നമ്മുടെ സെന്ററിൽ വരാറുണ്ട്. അപ്പം അവർ പറഞ്ഞു, ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പ്രശ്നമുള്ളത് സ്ട്രെസ്, അത് മുഖാന്തരം ഉണ്ടാകുന്ന ആങ്കർ. ഇത് രണ്ടും ഓരോ വികാരങ്ങളാണ് ശരിക്കും പറഞ്ഞാൽ. അപ്പം അതിനെ മാനേജ് ചെയ്യാനായിട്ട് നമ്മൾ പഠിക്കുക. 2, വരുന്ന സ്ട്രെസ്സിനെ നേരിടാൻ, അതിനെ കൈകാര്യം ചെയ്യാനുള്ള മാനസിക ആരോഗ്യം കൂട്ടുക. ഇതാണ് ചെയ്യേണ്ടത്. ഈ ഒരു ഗ്യാപ്പിലാണ് സ്മോക്കിംഗ് ഒരു അഡിക്റ്റീവ് ഹാബിറ്റായിട്ട് പലർക്കും മാറിപ്പോകുന്നത്. ഈ ആങ്കറും ആൻസൈറ്റിയുടെയും സ്ട്രെസ്സിന്റെ ഇടയിൽ വന്നിട്ട് സ്മോക്ക് ചെയ്ത് കൺട്രോൾ ചെയ്യുന്ന ഒരു ഹാബിറ്റ് ഇനീഷ്യലി ബിൽഡ് ചെയ്ത് പിന്നീട് ആ സ്മോക്കിംഗ് തന്നെ ഒരു അഡിക്ഷനായി അതിൽ നിന്ന് രക്ഷപ്പെടാനാവാതെ ബോഡി കയ്യിൽ നിന്ന് പോകുന്ന സിറ്റുവേഷൻസ് സംഭവിക്കാറില്ലേ? അതെ, സ്മോക്കിംഗ് ഒരു ഹാബിറ്റ് ആവുന്നുണ്ട്. അതാകുമ്പോൾ പെട്ടെന്ന് ഓഫീസിൽ നിന്ന് ഇറങ്ങി സ്മോക്ക് ചെയ്യാം. 2, പോണോഗ്രഫി, വാച്ചിങ് പോൺസ്, അത് ഒരു ഹാബിറ്റ് ആക്കുന്നവരുണ്ട്. ഇല്ലീഗലായിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് അൺഹെൽത്തി ആയിട്ടുള്ള റിലേഷൻഷിപ്പിലേക്ക് പോകുന്നവരുണ്ട്, പൈസ കൊടുത്ത് ആ രീതിയിൽ പോകുന്നവരുണ്ട്. എന്തിനാന്ന് ചോദിച്ചാൽ ഒന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടി. പിന്നെ ചിലരൊക്കെ ഇച്ചിരി നല്ല ആക്ഷൻസ് എടുക്കാൻ, ഒരു പെട്ടെന്നൊരു വീക്കെൻഡ് കിട്ടിയ ഒരു ടൂർ പോകും. പക്ഷെ ടൂർ പോയിട്ട് അവിടെ ചെന്നിട്ട് എന്താ ചെയ്യുന്നതെന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മുടെ മാനസികാരോഗ്യത്തെ വീണ്ടും തകർക്കുന്ന കാര്യങ്ങളാണ്. അവിടെ ചെന്നിട്ടും വീണ്ടും മദ്യപാനവും സ്മോക്കിങ്ങും മറ്റ് ആക്ടിവിറ്റീസും ഒക്കെ ആണെങ്കിൽ തിരിച്ചു വരുമ്പോഴത്തേക്കും റിലാക്സ്ഡ് അല്ല. അടുത്ത 2-3 ദിവസം കഴിയുമ്പോൾ മനസ്സിലാവും കഴിഞ്ഞ ആഴ്ചത്തേക്കാട്ടിലും രൂക്ഷമായി കാണും നമ്മുടെ കാര്യങ്ങൾ. ആ ഒരു തെറ്റായിട്ടുള്ള വഴിയിലേക്ക് പോകുന്നതിന് പകരം നമുക്ക് അങ്ങനെ ഒരു തീരുമാനം, നല്ലൊരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ
അതിൻ്റെ വിദഗ്ധരുമായിട്ട് സംസാരിക്കാം. സംസാരിച്ച് അവർ നമ്മളെ സഹായിക്കും, ഉം. തീർച്ചയായിട്ടും സഹായിക്കും. എനിക്കൊരു കാര്യം പറയാനുള്ളത്, ഇതുപോലുള്ള സ്ഥാപനത്തിൽ നിങ്ങൾക്ക് ജോലി കിട്ടിയിട്ടുണ്ടെങ്കിൽ, ഉം. ഈ സ്ട്രെസ്സുള്ള സ്ഥാപനത്തിൽ ജോലി കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങൾ അതിന് ക്വാളിഫൈഡ് ആയതുകൊണ്ടാണ് കിട്ടിയത്, ഉം. അല്ലേ? നിങ്ങളുടെ ഒരു ഹാർഡ് സ്കില്ല് അതെ. ക്വാളിഫൈഡ് ആയി. അതെ. അതിനെ മാനേജ് ചെയ്യാൻ പറ്റാത്ത എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങളുടെ സോഫ്റ്റ് സ്കില്ല് ഡെവലപ്പ് ചെയ്യാത്തതുകൊണ്ട്. അതെ, അതെ, true, true. ജോലി കിട്ടാനായിട്ട് നിനക്ക് ഹാർഡ് സ്കിൽ ഉണ്ടായിരിക്കണം, ഉം. പക്ഷെ ആ ജോലിയിൽ ഹാർമനൈസ് ചെയ്ത് അതിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ സോഫ്റ്റ് സ്കിൽ ഉണ്ടായിരിക്കും. Yes. അപ്പം നമുക്ക് ആ സോഫ്റ്റ് സ്കിൽ ഡെവലപ്പ് ചെയ്യാം. ഇമോഷണൽ ഇൻ്റലിജൻസ്, കമ്മ്യൂണിക്കേഷൻ സ്കില്ല്, ഇങ്ങനെയുള്ള ആങ്കർ മാനേജ്മെൻറ്റ്, ക്രൈസിസ് മാനേജ്മെൻറ്റ്, ഇതൊക്കെ ഡെവലപ്പ് ചെയ്യാം. അതാണ് ചെയ്യുന്നത്. പലരും ഈ സെക്സ് സ്റ്റാർവ് ചെയ്യുന്ന, അതായത് അവർ ആഗ്രഹിക്കുന്ന പോലെ അല്ലെങ്കിൽ അവരുടെ ബോഡി നീഡ് ചെയ്യുന്ന ഒരു സെക്സ് കിട്ടാതെ വരുമ്പോൾ ഈ പറഞ്ഞ പോലെ റോങ് പാത്തിലേക്ക് പോകുന്നത് വളരെ കോമൺ ആണ്. പിന്നീട് അതൊരു ഹാബിറ്റായി മാറുന്നു, ഒരുപാട് ഫിനാൻഷ്യൽ ലോസ് വരുന്നു, പ്രൊഫഷൻ, ഫാമിലി എല്ലാം പിന്നീട് കയ്യിൽ നിന്ന് പോകുന്ന സിറ്റുവേഷൻസ് വരാറുണ്ട്. ദാറ്റ് ഓൾസോ മേ ലീഡ് ടു സംടൈംസ് സൂയിസൈഡ്സ്. സോ അങ്ങനെയുള്ള ഒരു സിനാരിയോ ഇപ്പോൾ ഒരു കേസ് നിങ്ങൾക്ക് വരികയാണെങ്കിൽ, ഹൗ വിൽ യു ഹാൻഡിൽ ദാറ്റ്? The person is married, maybe married, and he's so once നമ്മൾ മാരീഡ് ആണെങ്കിൽ we are bound to have sex with our authorized partner. അപ്പോൾ അവിടെ if they are not getting enough sex, അല്ലെങ്കിൽ അവർ തമ്മിലൊരു കോമ്പിനേഷൻ വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ both of them will have the same stress. അപ്പൊ ഈ രണ്ടുപേരും പിന്നീട് ജീവിതം ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് രൂപത്തിലേക്ക് മാറുകയും ഒരു അഗൈൻ ഒന്നുകിൽ സെപ്പറേഷൻ, പക്ഷെ കുട്ടികളുള്ളത് കൊണ്ട് അവർക്ക് ചിലപ്പോൾ അതിനെക്കുറിച്ച് തിങ്ക് ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻ വരുമ്പോൾ അഗൈൻ ഇതുപോലുള്ള മൈൻഡ് സെറ്റ് ബാഡ് ആവാനുള്ള ഒരു ചാൻസസ് ഇല്ലേ? സോ ഹൗ ഡു യു ഹാൻഡിൽ ദാറ്റ്? നമ്മളെ സൃഷ്ടാവ് സൃഷ്ടിച്ചിരിക്കുന്നത് ഈ ശരീരത്തിന് ആഹാരം വേണ്ടതുപോലെ, നമ്മുടെ ശരീരത്തിന് ക്ലെൻലിനെസ് വേണ്ടതുപോലെ, നമുക്കൊരു ഷെൽട്ടർ വേണ്ടതുപോലെ, ദാഹിക്കുമ്പോൾ വെള്ളം കുടിക്കുന്നത് പോലെ തന്നെ ഒരു നീഡാണ് നമ്മുടെ ശരീരത്തിനും മനസ്സിനും ഒരുപോലെ ഒരു നീഡാണ് സെക്സ് എന്ന് പറയുന്നത്. അതിന് ഹെൽത്തി അൺഹെൽത്തി സെക്ഷൽ ഹാബിറ്റ്സ് ഉണ്ട്. ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ളത് സുബിലാൽ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ പാർട്ട്ണർ ആരാണോ ആ ആളുമായിട്ട് ഉള്ള സെക്ഷൽ ആ ഒരു ആക്ടിവിറ്റിയാണ് ഏറ്റവും സേഫ് ആൻഡ് നല്ലത്. ഈ രണ്ടുപേര് പാർട്ട്നേഴ്സ് തമ്മിലും അവർക്ക് അതിനുള്ള ഒരു ഇൻട്രസ്റ്റ് ഇല്ലാതിരിക്കും. ഒരാൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ട്, ഒരാൾക്ക് ഇൻട്രസ്റ്റ് ഇല്ല. അതിന് റീസൺസ് ഉണ്ട്. അപ്പോൾ ആ റീസൺസ് അറിയണമെന്നുണ്ടെങ്കിൽ ഇവരെ കപ്പിൾ കൗൺസിലിംഗിലേക്ക് കൊണ്ടുവരണം. എന്നിട്ട് രണ്ടുപേരെ ഇൻഡിവിജ്വൽ കൗൺസിലിംഗിലേക്ക് കൊണ്ടുവരും. നമുക്ക് അങ്ങനത്തെ കേസസ് വരാറുണ്ട്. ചിലർക്ക് ഈ ലൈംഗിക വൈകൃതങ്ങളുണ്ട്. സം പീപ്പിൾ ഗോട്ട് ഫാന്റസി. ഇത് മുമ്പേ പറഞ്ഞ പോലെ പോണോഗ്രഫി ഒക്കെ കണ്ടിട്ട് അതുപോലെ നമ്മുടെ റിയൽ ലൈഫിൽ ചെയ്യണം, എല്ലാ ദിവസവും ചെയ്യണം എന്നുള്ള ചിന്തയുള്ള ആണുങ്ങളുണ്ടായിരിക്കാം, പെണ്ണുങ്ങളും ഉണ്ടായിരിക്കാം. അതിന് വഴങ്ങിക്കൊടുക്കാത്ത പാർട്ട്ണറുണ്ട്. അപ്പോൾ എന്തോ പറ്റുന്നത്, ഇതിനകത്തുനിന്ന് അകന്നു പോവുകയാണ്. അപ്പം നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഇവരെ കപ്പിൾ കൗൺസിലിംഗ് കൊണ്ടുവരും. എന്നിട്ട് ആ കപ്പിളിനെ ഞങ്ങൾ രണ്ടുപേരെയും ഇൻഡിവിജ്വലായിട്ട് കൗൺസിൽ ചെയ്യും. കൗൺസിൽ ചെയ്തിട്ട് റീസൺസ് പലതുണ്ട് അതിനകത്ത്, അവർക്ക് പോലും അറിയാൻ മേലാത്ത റീസൺസ് ഉണ്ട്. ആ റീസൺസ് നമ്മൾ അവരെ ബോധവൽക്കരിക്കും. ചിലർക്ക് ട്രീറ്റ്മെന്റ് വേണം, ചിലർക്ക് സൈക്കോതെറാപ്പി മതി, ചിലർക്ക് മെഡിസിൻ വേണം. നമ്മളത് സജസ്റ്റ് ചെയ്യാറുണ്ട്. ഈ വയസ്സായ പാരൻസിനെ വൃദ്ധസദനത്തിൽ കൊണ്ടുപോയിട്ട് ഫാമിലി അല്ലെങ്കിൽ കുട്ടികൾ അവരുടെ കരിയറിന്റെ പിന്നാലെ പോകുന്നു. ഇത് വളരെ കോമൺ ആണെന്ന്. ഈ പാരൻസിന്റെ സിറ്റുവേഷൻ പലപ്പോഴും നോക്കിക്കഴിഞ്ഞാൽ അവര് സൂയിസൈഡ് ചെയ്യുന്നില്ല, പക്ഷെ അവർ കാത്തിരിക്കുകയാണ് ആ മരണത്തിന്, പ്രാർത്ഥിക്കുകയാണ് എത്രയും പെട്ടെന്ന് ആ മരണം വരണമെന്ന്, എത്രയും പെട്ടെന്ന് സമാധി അടയണം എന്നൊക്കെ. ഇതും ഒരു കൈൻഡ് ഓഫ് സൂയിസൈഡ് അല്ലേ? അവര് അവരുടെ ആ നാച്ചുറൽ ഡെത്തിനെ ഒന്ന് കാത്തിരിക്കുകയാണ് എത്രയും പെട്ടെന്ന് സംഭവിക്കണം. പക്ഷെ അവർക്ക് സ്വയമായിട്ട് മരിക്കണ്ട, പക്ഷെ അവർ ഇഞ്ചിഞ്ചായിട്ട് മരിച്ചുകൊണ്ടിരിക്കുക. അതെ, മാനസികമായിട്ടും ശാരീരികമായിട്ടും. ഇത് അഗെയിൻ നമ്മുടെ ഒരു കൾച്ചർ, നമ്മുടെ ബിലീഫ് സിസ്റ്റം, നമ്മുടെ നാട്ടുനടപ്പ്, ഇതെല്ലാമാണ്. ഇപ്പം നമ്മളൊരു വൃദ്ധസദനത്തിൽ കൊണ്ടാക്കുന്നു എന്ന് പറയുമ്പം ഒരു വലിയൊരു തെറ്റായിട്ടാണ് ഇവിടെ. വെസ്റ്റേൺ കൺട്രീസിൽ പോയാൽ അവിടെ നേഴ്സിംഗ് ഹോംസ് ഉണ്ട്. അപ്പോൾ അവിടുത്തെ ഒരു തോട്ടം എന്ന് പറയുന്നത് ഇതിനേക്കാൾ വ്യത്യസ്തമാണ്. ഞാനൊരു നേഴ്സല്ല, ഞാനൊരു ഡോക്ടറല്ല. എൻ്റെ പ്രായാധിക്യത്തിൽ ചെന്ന എൻ്റെ അപ്പനും അമ്മയ്ക്കും എനിക്ക് കെയർ കൊടുക്കാൻ പറ്റുന്നതിനേക്കാളും ബെസ്റ്റായിട്ട് ഒരു എക്സ്പേർട്ടിൻ്റെ കെയർ കൊടുക്കാമെന്ന് പറഞ്ഞ് നേഴ്സിംഗ് ഹോമിൽ ഇൻഡിവിജ്വൽ ഹൗസസ്, ഇൻഡിവിജ്വൽ റൂംസ്, 24 hours ഒരു ഹോം നേഴ്സിൻ്റെ സർവീസ്, ഇങ്ങനെയുള്ള സർവീസസ് ഉണ്ട് അവിടെ. നമ്മുടെ നാട്ടിൽ നിന്ന് പോകുന്ന പല നേഴ്സസും ഈ നേഴ്സിംഗ് ഹോമിലെ നേഴ്സസാണ്. അങ്ങനെ ഒരു ഫെസിലിറ്റിയാണ് അവിടെ. അത് അവർ മജോറിറ്റി ആൾക്കാർ റെസ്പെക്ട് ചെയ്ത് ചെയ്യുന്ന, കാരണം എൻ്റെ വീട്ടിൽ നിന്നാൽ ഇത്രയും ഫെസിലിറ്റി എനിക്കില്ല. പക്ഷെ നമ്മുടെ നാട്ടിലെ വേറെ രീതിയിലാണ്. നമ്മുടെ നാട്ടിൽ അത്രയും ഒരു ഹൈഫൈ ഫെസിലിറ്റി ഇല്ലാത്ത ഒരു സ്ഥലത്തേക്ക്, നമ്മുടെ വീടിനെക്കാട്ടിലും ഇച്ചിരി ലോ പ്രൊഫൈൽ സ്ഥലത്തേക്കാണ് ഈ വൃദ്ധസദനത്തിലേക്ക് കൊണ്ടുപോകുന്നതെങ്കിൽ അവരുടെ മാനസികാവസ്ഥ ഭയങ്കര ശോചനീയമാണ്. ഇതിനകത്തൊരു വിരോധാഭാസം ഉണ്ട് കേട്ടോ. നമ്മൾ ശരിക്കും മക്കളെ വളർത്തുന്നത് 2 കാര്യങ്ങൾക്ക് വേണ്ടിയാണ്. ഒന്ന്, അവരുടെ ഫ്യൂച്ചറിന് വേണ്ടി അവരെ
നമ്മളെക്കാട്ടിലും ബെറ്റർ ആയിട്ടുള്ള ലൈഫ് സ്റ്റൈൽ ലീഡ് ചെയ്യാനായിട്ടാണ്. നമ്മളെ നോക്കാനായിട്ടാണ് വളർത്തുന്നെങ്കിൽ അവനെ ഡിഗ്രി പഠിപ്പിക്കേണ്ട ആവശ്യമില്ല, അവനെ IAS വിടേണ്ട ആവശ്യമില്ല, അവന് IPS വിടേണ്ട ആവശ്യമില്ല, ഡോക്ടർ ആക്കേണ്ട ആവശ്യമില്ല, അല്ലെ അവനെ വിദേശത്തേക്ക് പോകാനുള്ള IELTS എഴുതിപ്പിക്കേണ്ട ആവശ്യമില്ല. നമ്മളെ നോക്കാനായിട്ടാണെങ്കിൽ നമ്മുടെ നാട്ടിലത്തെ ആ കാര്യങ്ങൾ മാത്രം പഠിപ്പിച്ചാൽ മതി. പക്ഷെ ഒരു മാതാപിതാക്കളും അങ്ങനെ ചിന്തിക്കുന്നില്ല. ഇവരെ എല്ലാവരെയും പഠിപ്പിച്ച് ഇവര് നമ്മുടെ നാട്ടിലേക്കാളും വലിയ വലിയ ഓപ്പർച്യൂണിറ്റീസ് മറ്റു നാട്ടിലുണ്ടാകുമ്പോൾ അവരങ്ങോട്ട് പോകുന്നു. മാതാപിതാക്കൾ ഒറ്റയ്ക്കാവുന്നു. മാതാപിതാക്കളുടെ ഒരു എക്സ്പെക്റ്റേഷനാണ് എൻ്റെ മക്കൾ എന്നെ നോക്കും എന്നുള്ള ഒരു എക്സ്പെക്റ്റേഷൻ. പക്ഷേ ഈ കാലഘട്ടത്തിലേക്ക് വരുമ്പോൾ ആ എക്സ്പെക്റ്റേഷനെ തകർത്തുകൊണ്ട് നമ്മുടെ മക്കൾ വരും മിടുക്കരായിട്ട് പല സ്ഥലങ്ങളിലേക്ക് പോവുകയാണ്. അപ്പനും അമ്മയും ഒരു ബാധ്യതയായിരിക്കുകയാണ്. നമ്മുടെ ഒരു കൾച്ചർ വെച്ച് എനിക്ക് പറയാനുള്ളത്, നമുക്ക് കാണപ്പെട്ട ദൈവമാണ് അപ്പനും അമ്മയും, അല്ലേ? ഒരു ഭയങ്കര മിസ്റ്ററിയാണ്. നമ്മുടെ അമ്മയുടെ വയറ്റിൽ 9 മാസം ഉണ്ടാകുന്നു, നമ്മൾ വെളിയിലേക്ക് വരുന്നു, അപ്പനും അമ്മയായിട്ടുള്ള ഇമോഷണൽ കണക്ഷൻ, ഫിസിക്കൽ കണക്ഷൻ, ഇതെല്ലാം. അപ്പം നമ്മളെ ഇത്രയും വളർത്തി ഇത്രയാകാനായ കാരണക്കാരായ അപ്പനും അമ്മയല്ലേ, അവരുടെ ജീവിതാവസാനം വരെ നമ്മുടെ ഒരു കെയർ അവർക്കുണ്ടായിരിക്കണം. ഒരുപക്ഷെ നമുക്ക് കൂടെ നിന്ന് ചെയ്യാൻ പറ്റത്തില്ലായിരിക്കാം, അതിൻ്റെ ആവശ്യം ചില അപ്പനും അമ്മയ്ക്ക് കാണത്തില്ല. പക്ഷേ അവരുടെ മനസ്സ് സന്തോഷിക്കത്തക്ക രീതിയിലുള്ള ഫെസിലിറ്റി നമ്മുടെ ഫൈനാൻഷ്യൽ ഫ്രീഡത്തിനകത്ത് നിന്നുകൊണ്ട് നമ്മൾ അവർക്ക് വേണ്ടി ചെയ്യണം. അതാണ് എൻ്റെ ഒരു സജഷൻ ഇതിനകത്ത്. അവരുടെ മനസ്സ് വേദനിച്ചാൽ നമ്മളും ആ ഒരു പ്രായത്തിലേക്ക് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപക്ഷെ ഇതേ പെയിൻ അല്ലായിരിക്കും അന്നുണ്ടാകുന്നത്, പക്ഷേ ഈ പെയിനും അതിൻ്റെ ഇൻട്രസ്റ്റും കോമ്പൗണ്ട് ഇൻട്രസ്റ്റും കൂടി ചേർത്തുള്ള വേറൊരു പെയിൻ ആയിരിക്കും അന്നുണ്ടാകുന്നത്. ബിക്കോസ് വാട്ട് യു റീപ്പ് യു വിൽ സോ. നമ്മൾ വിതയ്ക്കുന്നതായിരിക്കും നമ്മൾ കൊയ്യുന്നത്. തീർച്ചയായിട്ടും പലപ്പോഴും സൂയിസൈഡ് എന്ന് പറയുന്ന ഒരു ഡിസിഷനിലേക്ക് നമ്മൾ എത്തുന്നതും നമ്മൾ മുമ്പ് എപ്പോഴോ വിതച്ച ഒരു കർമ്മ തന്നെയായിരിക്കും കറങ്ങി തിരിഞ്ഞ് ഈ ഒരു സിറ്റുവേഷനിലേക്ക് വരുന്നുണ്ട്. തീർച്ചയായും സുബിലാൽ, നമ്മൾ ഇന്ന് ഇവിടെ നിന്ന് സംസാരിക്കുന്ന, ഞാൻ ഇന്നായിരിക്കുന്ന പൊസിഷൻ, എൻ്റെ ലൈഫിലുണ്ടായ ഫെയിലിയർ, എൻ്റെ ലൈഫിലുണ്ടായ സക്സസ് എല്ലാം പണ്ട് ഞാൻ എടുത്ത തീരുമാനങ്ങളുടെ, പണ്ടെടുത്ത ആക്ഷൻസിൻ്റെയും പണ്ടെടുത്ത ഇനാക്ഷൻസിൻ്റെയും റിസൾട്ടാണ്. അതെ. അപ്പം നമ്മുടെ ചിന്തകളെ നല്ല ചിന്തകളാക്കുക, പോസിറ്റീവ് തോട്ട്സ് ആക്കുക. നമ്മൾ ഇന്ന് ഒരു എൻജോയ്മെന്റിന് വേണ്ടി ഇന്ന് ചെയ്യുന്ന ചില കാര്യങ്ങളുടെ റിസൾട്ട് അടുത്ത വർഷം 5 വർഷം കഴിഞ്ഞിട്ടാണ് വരുന്നത്. അപ്പൊ ഇന്ന് എന്താണോ നമ്മളിപ്പോൾ ഇവിടെ നിന്ന് ചെയ്യുന്നത്, അതിന്റെ റിസൾട്ടാണ് പിന്നീട് വരുന്നത്. അപ്പൊ ഇന്ന് നമ്മൾ എന്താണോ അനുഭവിക്കുന്നത്, നമ്മൾ പണ്ട് ചെയ്തതിന്റെ, പ്രവർത്തിച്ചതിന്റെ റിസൾട്ടാണ്. യെസ്. സോ ഇനി വൺ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. സ്പോട്ടിൽ സൂയിസൈഡ് തോട്ടിനെ മാറ്റാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു ക്വിക്ക് റെമഡി ഉണ്ടോ? ചിലപ്പോൾ ഒരു നാരങ്ങ മിഠായി കഴിച്ചാൽ സൂയിസൈഡ് തോട്ട് പോകുന്നു, അങ്ങനെ എന്തെങ്കിലും ഒരു പെട്ടെന്ന് ഒരാള് ഒറ്റയ്ക്കായിട്ടാണ് സൂയിസൈഡിലേക്ക് പോകുന്നത്, പെട്ടെന്ന് അദ്ദേഹം ചെയ്യേണ്ടത്, അറ്റ്ലീസ്റ്റ് ഈ വീഡിയോ കണ്ടിട്ട് ഉള്ള ആളാണെങ്കിൽ, ഒന്ന് സൂയിസൈഡ് ഈസ് എ ഫെയിലിയർ എന്നുള്ള തോട്ട് മനസ്സിലാക്കുക, പെട്ടെന്ന് ഒരാളായിട്ട് കണക്ട് ആകുക. 2, ആ റൂമിൽ നിന്ന് അല്ലെങ്കിൽ അവിടെ നിന്ന് നേച്ചറിലേക്ക് ഒന്ന് ഇറങ്ങുക, പ്രകൃതിയായിട്ടൊന്ന് പെട്ടെന്നൊന്ന് കണക്റ്റഡ് ആകുക, പെട്ടെന്നൊരു വാമപ്പ് എക്സസൈസ് ഒന്ന് ചെയ്യുക, ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുക. ഇതൊക്കെയാണ് പെട്ടെന്ന് ചെയ്യേണ്ടത്. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇമ്മീഡിയറ്റ്ലി ഒരു പ്രൊഫഷണൽ ഹെൽപ്പ് എടുക്കുക. ടേക്ക് ദ ഫോൺ, സെർച്ച് ഇൻ ദ ഗൂഗിൾ, നിങ്ങളുടെ അടുത്തുള്ള ഒരു പ്രൊഫഷണൽ ഹെൽപ്പ് എത്രയും പെട്ടെന്ന് എടുക്കുക. യെസ്. സോ താങ്ക് യു ജോബ്. അത് വളരെ, നമ്മളിപ്പോൾ 1 മണിക്കൂറോളം സംസാരിച്ചു. ഇതിൽ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ജനങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് എന്ന് നമുക്കറിയാം. അത് അവർക്ക് മനസ്സിലാക്കാനും ലൈഫിലെ ഏറ്റവും റോങ് ആയിട്ടുള്ള ഒരു ഡിസിഷനാണ് സൂയിസൈഡ് എന്ന് മനസ്സിലാക്കാനും ആ ഒരു ആക്ഷനിൽ നിന്ന് സെൽഫായിട്ട് റെസ്ട്രിക്റ്റ് ചെയ്യാനും അവർക്ക് സാധിക്കട്ടെ. സോ ഇറ്റ്സ് നൈസ് ടു ഹാവ് യു ആൻഡ് വിൽ ഹാവ് മോർ സെഷൻസ്. നമുക്ക് ഇതുപോലുള്ള നല്ല നല്ല ജനങ്ങൾക്ക് ആവശ്യമുള്ള ടോപ്പിക്സിനെ കുറിച്ച് വീണ്ടും സംസാരിക്കാം. താങ്ക് യു സോ മച്ച്. ഈ ഒരു ടോക്കിലേക്ക് നമുക്ക് ഒരുമിച്ച് വരാനായിട്ടും സംസാരിക്കാനും പറ്റിയതിലും, ഇത്രയും നല്ലൊരു ഇൻട്രാക്റ്റീവ് സെഷൻ നമുക്കുണ്ടായാലും, സുബിലാലിൻ്റെ ആ ഒരു വാലിഡ് ക്വസ്റ്റ്യൻസും നമ്മൾ സംസാരിക്കുമ്പോൾ ഡീപ്പിലേക്ക് പോയതും ഒക്കെ റിയലി ഹെൽപ്സ് എ ലോട്ട്. എനിക്കും ഇതിനെപ്പറ്റി വീണ്ടും കൂടുതൽ പഠിക്കാനായിട്ടൊരു പ്രചോദനമായിരുന്നു ശരിക്കും ഇന്നത്തെ ഈ ടോക്ക് ഉണ്ടായത്. ഒരുപക്ഷെ നമുക്ക് പിന്നീട് വീണ്ടും ഇതേ സബ്ജക്റ്റിലേക്ക് വന്ന് ഇതിനേക്കാളും കൂടുതൽ കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് ഇടയാകട്ടെ. താങ്ക് യു, ഓൾ ദി ബെസ്റ്റ്. സോ പ്രേക്ഷകരോട് ഏതെങ്കിലും രീതിയിൽ നിങ്ങൾക്ക് സൂയിസൈഡിനെ കുറിച്ച് ചിന്തകൾ വരികയാണെന്നുണ്ടെങ്കിൽ മറക്കണ്ട, ഉടനടി ആ മുറി വിട്ട് എത്രയും പെട്ടെന്ന് ഒരു സുഹൃത്തിനെ വിളിക്കുക. ഒറ്റയ്ക്കിരിക്കുമ്പോഴാണ് ചിന്ത വരുന്നത്, പ്രൊഫഷണൽ ഹെൽപ്പ് നേടുക. അത് ഒരു നിമിഷത്തെ കാര്യമാണ്. നിങ്ങൾ ഈ ഒരു നിമിഷത്തിന് ശേഷം നിങ്ങളുടെ കുടുംബത്തിൻ്റെ ജീവിതം എങ്ങനെയാണ് എന്ന് ആലോചിച്ചാൽ നിങ്ങൾക്ക് ആ ഒരു തീരുമാനത്തിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് സാധിക്കും. എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനെ വിളിക്കുകയോ
അല്ലെങ്കിൽ ആ ചിന്തയിൽ നിന്ന് ഓടി രക്ഷപ്പെടുകയോ പ്രൊഫഷണൽ ഹെൽപ്പ് സീക്ക് ചെയ്യുകയോ ചെയ്യാം. ഓക്കെ, ഇത് ഒരിക്കലും ഒരു അവസാനമല്ല. നമ്മൾ പറയുന്നത് ഒരു ജന്മം എന്ന് പറയുന്നത്, ഒരു ആത്മാവ് ഈ ഭൂമിയിൽ ഒരു ജീവിതം, ഒരു ഹ്യൂമൻ ലൈഫ് എടുക്കുന്നത് ഒരുപാട് പ്രതീക്ഷകളോട് കൂടിയിട്ട്, ഒരുപാട് പർപ്പസ്ഫുള്ളായിട്ട്, ഒരുപാട് ലിവിങ് എക്സ്പീരിയൻസസ് പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ജീവാത്മ എന്ന് പറയുന്ന നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുന്നത്. അതിനെ നശിപ്പിക്കാനോ നിർത്താനോ നമുക്ക് അനുവാദമില്ല. സോ നെവർ എവർ ഡു സൂയിസൈഡ്. ഇറ്റ്സ് നോട്ട് കൺസിഡേർഡ് ആസ് എ ഗുഡ് കർമ്മ. ഇതിൻ്റെ ഫലങ്ങൾ നിങ്ങളെ വരുന്ന ജന്മങ്ങളിലും വേട്ടയാടാൻ സാധ്യതയുണ്ട്. ബി അവെയർ ഓഫ് ദാറ്റ്. സോ ഇന്ന് നമ്മളുടെ കൂടെ ഉണ്ടായിരുന്നത് ജോബാണ്. അപ്പോൾ ജോബ് നമുക്ക് വളരെ ഇൻസൈറ്റ്ഫുൾ ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നു. ഈ വീഡിയോ നിങ്ങൾ കണ്ട് മനസ്സിലാക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സിന്, നിങ്ങളുടെ ഫാമിലി റിലേറ്റീവ്സിനെല്ലാം ഇത് അയച്ചു കൊടുക്കുക. Anyone having any such thought, if anybody is giving you the clue like this, take action, help them, and let's have a beautiful world here. Thank you for watching. See you again in the next episode. Thank you.